അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഓരോ ദിവസവും ദൈവം നമ്മളെ സകല അനുഗ്രഹത്താലും നന്മകളാലും ആലോചനയാലും ബലത്താലും സ്വർഗത്തിലെ ദൈവം നമ്മളെ നടത്തുന്ന വൻകൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളം ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി വരുവാൻ എൻ്റെ മേൽ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് മുന്നോട്ട് പോകാം. തുടർച്ചയായി കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഞാൻ ഇന്ന് നമ്മുടെ ഓഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു നിമിഷം ഒന്ന് നോക്കുക. നമ്മുടെ ഓഡിയോ ക്ലിയർ ആണോ നോക്കിക്കോട്ടെ. എൻ്റെ മേൽ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. യൂട്യൂബിൽ ഒന്ന് നോക്കിക്കോട്ടെ. ഞാൻ ഒരു നിമിഷം നമ്മൾ കേൾക്കുന്നല്ലോ. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഞാൻ ഇന്ന് നമ്മുടെ ഓഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഒരു നിമിഷം നന്ദി കർത്താവേ, നന്ദി യേശുവേ, അങ്ങയുടെ തിരുകൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ അത്ഭുതമാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിന്റെ അങ്ങയുടെ തിരുകൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ അത്ഭുതമാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. നന്ദി യേശുവേ. നമുക്ക് റിപ്പീറ്റേഷൻ റെക്കോർഡ് കയറി വരുന്നുണ്ട്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ അത്ഭുതമാക്കി. ഒരു നിമിഷം ഞാൻ ഓഡിയോ ഒന്ന് ഫിക്സ് ചെയ്തോട്ടെ. ഒരു സെക്കൻഡ് ഓഡിയോ ഒന്ന് ഫിക്സ് ചെയ്തോട്ടെ. റിപ്പീറ്റേഷൻ റെക്കോർഡ് കയറി വരുന്നുണ്ട്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ അത്ഭുതമാക്കി. നന്ദി കർത്താവെ, നമ്മളെ ദൈവം സഹായിക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി. ഞാൻ ഓഡിയോ ഒന്ന് ഫിക്സ് ചെയ്യുമായിരുന്നു. കർത്താവ് എല്ലാ വിഷയത്തിന്റെ മേൽ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായി നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാത്തിലും നമ്മളെ സാക്ഷ്യമാക്കുന്നല്ലോ. തുടർച്ചയായി നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു. തുടർമാനമായി കേട്ടുകൊണ്ട് വരുന്ന ചിന്ത ഏതാണെന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തുടർമാനമായി കേട്ടു വരുന്ന വചന ചിന്ത, ഈ ലോകത്തോട് അനുരൂപരാകരുത്, ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ട് വന്നത് ഈ ലോകത്തിലേക്ക് വന്ന 5-ാമത്തെ ഭാഗമാണ്. ആ ഒറ്റ വാക്യത്തിൽ, ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞല്ലേ. നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായി തീർന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ 5 ഭാഗങ്ങളായിട്ട് കേട്ട്, ഇന്ന് എനിക്ക് തോന്നുന്നു 5-ാമത്തെ ഭാഗമാണ് അത് കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മുമ്പിൽ വലിയൊരു സാധ്യത തുറന്ന് കിടപ്പുണ്ട്. ആ സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നലെ ഞാൻ മറ്റൊരു വേർഷന് വായിച്ചത്, ഡു നോട്ട് ബി കൺഫേം ടു ദിസ് വേൾഡ് ബട്ട് ട്രാൻസ്ഫോം ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഈ ലോകത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നതെന്ന്, ഈ ലോകത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നതൊക്കെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൺഫേം ചെയ്യണം നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കേൾക്കാം. ഞാൻ ഇന്നലെ നമ്മൾ കേട്ടു റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിൽ അനുരൂപരാകാതെ. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, കൊലോസ്യ ലേഖനത്തിൽ അതിന്റെ കണക്ഷൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നോക്കിക്കേ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത്. അതിന്റെ കാരണം നന്മയെ പ്രസാദവും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഈ ലോകത്തോട് അനുരൂപരാകാതെ ദൈവരാജ്യത്തോട് അനുരൂപരാകണം. ദൈവവുമായിട്ട് നാം കണക്ട് ആകണം. ആ ചിന്തകൾ വരുന്നത് ഉയരത്തിൽ നിന്നാണ്. യേശു പറഞ്ഞല്ലോ, ഞാൻ പിതാവിന്റെ അടുക്കിൽ നിന്നും വന്നിരിക്കുന്നു.
പിതാവിന്റെ അടുക്കൽ നിന്ന് യേശു പറഞ്ഞ വന്നിരിക്കുന്നു. പിന്നീട് കർത്താവ് വന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പൊ ഉയരത്തിൽ പല ഭാഗങ്ങളിൽ കാണാൻ പറ്റും. ഉയരത്തിൽ എന്താ ഉയരം? സ്വർഗം, ദൈവം ഇരിക്കുന്ന ഇടം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നത്, ക്രിസ്തു യേശുവിനോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ദൈവത്തിന്റെ വലത്തുഭാഗത്തിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത്. അപ്പൊ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ വാക്യമുണ്ട്, അതിന് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസത്തിനായി വെളിപ്പെട്ടു വരുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ നിങ്ങൾ ഈ വിശ്വാസ ജീവിതം, ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഇന്ന് കേൾക്കാൻ പോണ തോട്ട്സിനെ പറ്റിയാണ്, ഉയരത്തിലുള്ള ചിന്തകൾ. ഈ ചിന്തകൾ ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്കൊരു തലവേദന വന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പാരസിറ്റാമോൾ വരുന്നതിന്റെ കാരണം നമ്മുടെ ചിന്തയിൽ അത് കിടപ്പുണ്ട്. നമ്മളത് കേട്ടും കണ്ടും മനസ്സിലാക്കിയും പഠിച്ചൊരു അറിവ് നമ്മുടെ ചിന്തയിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ അറിവ് നമുക്കൊരാവശ്യം വരുമ്പം അത് പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നത് പോലെ ദൈവഹിതത്തിലേക്കുള്ള അറിവുകൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്രതികൂലത്തിലൂടെ കടന്നു പോയാലും ഈ അറിവ് നിങ്ങളിലേക്ക് ചാടി വരണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യിപ്പിക്കണം. നോക്കിയേ, ചിന്തകളെ നിങ്ങൾ എപ്പോഴാണോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ആ ചിന്തകളിൽ അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി എന്നൊരു പദം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലേ, തുടർമാനമായി കണ്ടിന്യൂസ്ലി റിന്യൂഡ് യുവർ തോട്ട്സ്. നിങ്ങൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം? ആ നിങ്ങളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, പുതുക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അറിയാം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പലപ്പോഴും നിങ്ങൾ ഈ പ്രാർത്ഥനയിലൊക്കെ പോകാനും വരാനും ഒക്കെ ഒരു കാരണമുണ്ടല്ലേ. ഇപ്പൊ നിങ്ങൾ ഈ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രാർത്ഥന നിങ്ങൾ ആശ്രയിക്കത്തില്ല. ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കാം, നിങ്ങൾക്ക് ഒരു 500 രൂപയുടെ ആവശ്യം വന്നാൽ 500 രൂപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 500 രൂപ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, അയ്യോ കർത്താവ് എനിക്ക് ഇന്ന് 500 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും? പോട്ടെ, 500 പോട്ടെ, 100 രൂപ. ഇനി ചിലർക്ക് 100 രൂപ വലിയ വിഷയമാണ്, പോട്ടെ. 100 രൂപയ്ക്ക് ഒരു ആവശ്യം വന്നാൽ എത്ര പേര് 100 രൂപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്? ഇനി ഒരു 10 രൂപയുടെ ആവശ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? 10 രൂപയുടെ അപ്പനോട് ചോദിക്കും. 2 രൂപയുടെ ആവശ്യം വന്നാലോ? പ്രാർത്ഥിക്കില്ല. അപ്പൊ എനിക്ക് വന്ന പിന്നെ നമ്മുടെ ഗ്രേഡുകൾ താന്നുകയെന്ന് തോന്നുന്നല്ലേ. അപ്പൊ നമ്മൾ 2 രൂപയുടെ ആവശ്യം വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ തപ്പും, ഏതെങ്കിലും ഒരു പോക്കറ്റിൽ തപ്പും, ഏതെങ്കിലും ഒരു ബാഗിലോ പേഴ്സിലോ തപ്പും. ഇനി ഈ 2 രൂപയല്ലേ, അയൽപക്കത്താണേലും പോയി 2 രൂപ എനിക്ക് തന്നേ, കടവായിട്ടൊന്നും പോലും അല്ല, നമ്മൾ 2 രൂപ ഇങ്ങനെ തരാൻ പറയും. അതിന്റെ കാരണം അത് നമുക്ക് വിഷയമല്ല, 2 രൂപ എന്നുള്ളത് വിഷയമല്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു 2 ലക്ഷം രൂപ നിങ്ങൾക്കൊരാവശ്യം വന്നാൽ അത് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയമായി മാറുന്നു. നോക്കി, ഒന്നുകൂടെ ഞാൻ പറയാം, 2 രൂപ നമുക്ക് ആവശ്യം വന്നാൽ ആ ആവശ്യം നമുക്കൊരു പ്രാർത്ഥനാ വിഷയമാകുന്നില്ല. പകരം അതേ സ്ഥാനത്ത് അതിന്റെ പൂജ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതൊരു 2 ലക്ഷമായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്താകുന്നു? അത് നമുക്കൊരു പ്രാർത്ഥന വിഷയമാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കും? നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? ബ്രദറെ, 2 ലക്ഷം രൂപയുടെ വലിയൊരു കടഭാരത്തിന്റെ അകത്ത് ഞാൻ ആയിരിക്കുന്നു. ഉടനെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചിന്ത, എന്നാ പിന്നെ പ്രയർ ലൈനിലോ ബ്രദറിനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥനയിലേക്ക് വിളിക്കുന്നു, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് 2 ലക്ഷം രൂപയുടെ വലിയൊരു ആവശ്യമുണ്ട്, പെട്ടെന്ന് നാളെ അത് കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്, ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ഉടനെ എന്ത് ചെയ്തു? 2 ലക്ഷം രൂപ നിങ്ങൾക്ക് വലിയൊരു പ്രാർത്ഥനാ വിഷയമായി. 2 രൂപ ഒരു വിഷയമല്ല. 2 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ല, നമ്മൾ വിശ്വസിക്കാറില്ല. നമ്മൾ 2 ലക്ഷം വന്നപ്പോൾ ഉടനെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടുമെന്ന് ആര് പറഞ്ഞു തന്നു? മനസ്സിന്റെ അകത്തൊരു ചിന്ത, പെട്ടെന്നൊരു ചിന്ത. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നമുക്ക് വിളിച്ചു പറയാം, ഞങ്ങൾക്ക് വലിയൊരു 2 ലക്ഷം രൂപയുടെ കടഭാരമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു പ്രാർത്ഥനാ സന്നിധിയിലേക്ക് വിളിച്ചു പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ അകത്തൊരു ചിന്തയുണ്ടായി. എന്താണ് ആ ചിന്ത? പ്രാർത്ഥനാ സഹായം. അപ്പൊ ഈ ചിന്ത വരുന്നതിൻ്റെ അകത്ത് മറ്റൊരു കാരണമുണ്ട്. പ്രാർത്ഥിച്ചാൽ ഈ വിഷയം നടക്കും എന്നൊരു വിശ്വാസത്തിന്റെ അകത്തു നിന്നും ഉളവായതാണ് ഈ ചിന്ത.
ഒന്നുകൂടെ ഞാൻ പറയാം. 2 ലക്ഷം രൂപ പ്രാർത്ഥനയാൽ നടക്കുമെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു ചിന്ത വരാൻ കാരണം ആ ചിന്തയെ നിങ്ങളിൽ ഉളവാക്കിയതിന്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ നോക്കിക്കേ, അപ്പൊ വിശ്വാസവും ചിന്തയുമായിട്ട് വലിയ ബന്ധമുണ്ട്. ചുമ്മാ നിങ്ങളുടെ എന്നാ രാവിലെ എണീറ്റ് ഉടനെ ബ്രദറിനെ വിളിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേക്കാന്നൊന്നും പെട്ടെന്ന് തോന്നിയതല്ല. മനസ്സിന്റെ അകത്തൊരു ചിന്തയുണ്ടായി വന്നു. ഈ ചിന്തയുടെ പിന്നിൽ ഒരു വിശ്വാസം. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ആരെങ്കിലും ബ്രദറെ എനിക്കൊരു 2 ലക്ഷം രൂപ കടം തരാമോ എന്ന് ചോദിച്ചോണ്ട് ആരെങ്കിലും പ്രെയർ ലൈനിൽ വിളിക്കുവോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല. ഇല്ല. നിങ്ങൾ വിളിച്ചിട്ട് എന്നാ പറയും? ബ്രദറെ എനിക്ക് 2 ലക്ഷം രൂപ വേണമെന്നല്ല പറയുന്നത്, കടം തരാമോ എന്നല്ല ചോദിക്കുന്നത്. ബ്രദറെ 2 ലക്ഷം രൂപയുടെ വലിയൊരു കടഭാരം ഉണ്ട്, നാളെ ഉച്ചയ്ക്ക് അത് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നോക്കിക്കേ, അപ്പൊ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്തുണ്ടായ ഒരു വിശ്വാസമുണ്ട്. പ്രാർത്ഥനയാൽ നാളെ എനിക്ക് ആ ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു അത്ഭുതം ഉണ്ടാകും. ആ അത്ഭുതം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിന്റെ ആ വിശ്വാസത്തിന്റെ അകത്തുനിന്ന് ഉണ്ടായ ഒരു ചിന്തയുണ്ട്. ആ ചിന്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഭൂമിയിൽ നിന്നല്ല. ഭൂമിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, അത്ഭുതത്തിന്റെ ചിന്ത ഉണ്ടാകത്തില്ല. ഭൂമിയിൽ ഉണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, കാശ് തരാൻ കഴിയുന്ന ആരെങ്കിലും പലിശക്കാരനോ ബാങ്കുകാരനോ ആരുടെയെങ്കിലും മുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അത് ദൈവം അല്ല കൊണ്ടുവരുന്നത് കേട്ടോ. പെട്ടെന്നിരിക്കുമ്പോൾ ഒരു ചിന്ത, അത് ഇന്ന ആളെ വിളിച്ച് കടം ചോദിക്കുക, അത് ദൈവം തരുന്ന ചിന്തയൊന്നും അല്ല, അത് നമുക്ക് ലോകം തരുന്ന ചിന്തയാണ്. നോക്കിക്കേ, ലോകം തരുന്ന ചിന്തയാണ് പലപ്പോഴും. ഇന്നയാളെ വിളിച്ച് നമുക്ക് വായ്പ ചോദിക്കാം, ഇന്നയാളെ വിളിച്ച് കടം ചോദിക്കാം, ഇന്നയാളെ വിളിച്ച് നമുക്ക് ബാങ്കിൽ പോയി നമുക്ക് നോക്കാം, ഇന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യാം. ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് ദൈവം തരുന്നതല്ല, പകരം നിങ്ങളുടെ അകത്ത് ലോകം തരുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ലോകത്തോട് അനുരൂപരാകരുത്. അപ്പൊ എങ്ങോട്ട് അനുരൂപരാകേണ്ടത്? നന്മയും പ്രസാദവും ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. അപ്പൊ മനസ്സെങ്ങനെയാ പുതുക്കുന്നത്? മനസ്സിലാണ് ഈ ചിന്തകൾ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോണേ, വിശ്വാസത്താൽ ജീവിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ട് പ്രെയർ ലൈനിലേക്ക് വരുമ്പോൾ കൊച്ചിന്റെ കല്യാണം നടക്കണം, കുടുംബ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം, നിങ്ങൾക്ക് എടുത്താ പൊങ്ങാത്ത ഒരു ഭാരമായിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാതെ വരുന്നു. കുഞ്ഞിന്റെ കല്യാണം പറ്റുന്നില്ല, പല വഴിയും നോക്കി നടക്കുന്നില്ല, പല കാര്യങ്ങൾ ശ്രമിച്ചു നടക്കുന്നില്ല, സാമ്പത്തികം വെക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ താന്നു പോകുന്നു, പല വഴി നോക്കുമ്പോൾ ഉള്ള വഴി അടഞ്ഞു പോകുന്നു, എല്ലാ വഴിയിലും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ പല വഴി ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങൾക്ക് ഭാരമുണ്ടാകുന്നു. ഉടനെ നിങ്ങളുടെ അകത്തൊരു ചിന്ത പെട്ടെന്ന് ഉണ്ടായി വരുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. ഈ ചിന്ത വരുന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഇതിനെ നിങ്ങൾ ജ്വലിപ്പിക്കണം. നോക്കിക്കേ, എങ്ങനെയാ ജ്വലിപ്പിക്കുന്നത് വെച്ചാൽ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഉദാഹരണം ഞാൻ പറയാം. 10 രൂപയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മിക്കവരും പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഈ ഉദാഹരണം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആത്മീയമായിട്ട് മറുപടി പറയാൻ വേണ്ടി അല്ല പലപ്പോഴും ചോദിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ, എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യൻ പോലും 10 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. 10 രൂപയ്ക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കത്തില്ല. 10 രൂപ നമ്മുടെ ബാഗിൽ എപ്പോഴും കാണും അല്ലേ? 10,000 ഇല്ലെങ്കിൽ പോലും 10 രൂപ ഇല്ലാത്ത പേഴ്സ് കാണത്തില്ല. 10 രൂപയ്ക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാറില്ല. പക്ഷെ പലരും പറഞ്ഞു പ്രാർത്ഥിക്കും. ചുമ്മാ നിങ്ങൾ പറയല്ലേ, ആലോചിച്ച് പറയണേ. അപ്പൊ 10 രൂപ നമ്മുടെ പോക്കറ്റിൽ എവിടെയെങ്കിലും കാണും. വേണ്ട, അയൽവക്കത്ത് പോയി ചോദിക്കാൻ നമുക്ക് പറ്റും. ഒരു 10 രൂപ തന്നേ, നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലേ? അപ്പൊ 10 രൂപ നമുക്കൊരാവശ്യം വന്നാൽ, 10 രൂപയുടെ കേവലം ആവശ്യമാണെങ്കിൽ പോലും അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മേഖലയിലും, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളിലും ഈ ലോകത്തിന്റെ അകത്തുണ്ടാകുന്ന ആൻസറുകളിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 10,000 രൂപയുടെ ആവശ്യം വന്നൊന്ന് കണ്ണടച്ച്, ഒന്നെല്ലാവരും കണ്ണടച്ച്. ഞാൻ പെട്ടെന്ന് 2,000 രൂപയുടെ ആവശ്യം വന്നു, പെട്ടെന്ന് കണ്ണടച്ച്. 2,000 രൂപ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു മുഖം വന്ന ആരെങ്കിലും ഉണ്ടോ? വന്നവർ മാത്രം ആത്മാർത്ഥമായിട്ടെന്ന് പറഞ്ഞു. 2,000 രൂപ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ ആരുടെയെങ്കിലും ഇല്ല ഉള്ളവര് പറഞ്ഞാൽ മതിയേ, ശ്രദ്ധിച്ചോണേ. അപ്പൊ 2,000 രൂപ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ 2,000 രൂപ നിങ്ങൾ സാധാരണഗതിയിൽ വായ്പ ചോദിക്കുന്ന വായ്പക്കാരുടെ എല്ലാം മുഖം വന്നില്ലേ? നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, പലിശക്കാരനായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, കടം തരുന്ന ഏതെങ്കിലും ജോലി സ്ഥലമായിരിക്കാം.
പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം വരാൻ കാരണം എന്നാണെന്നറിയാവോ? നമ്മൾ ദിനം പ്രതി അത് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഞാൻ പെട്ടെന്ന് കണ്ണടച്ചേ. നിങ്ങൾക്കിപ്പം 20 ലക്ഷം രൂപയുടെ ആവശ്യം വന്നു. കണ്ണടച്ചേ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആരുടെങ്കിലും മുഖം വരുന്നുണ്ടോ? 25 ലക്ഷം രൂപ ആവശ്യം. ആരുടെങ്കിലും മുഖം വന്നു? വന്നു വരുന്നുണ്ട്. ഇല്ല വന്നു ദൈവത്തിന്റെ മുഖം. ദൈവത്തോട് രൂപ ആവശ്യം വന്നു. കണ്ണടച്ചേ. വന്നില്ല. രൂപ ആവശ്യമുണ്ട്. ആരുടെങ്കിലും മുഖം വന്നോ? ദൈവത്തിന്റെ മുഖം മനസ്സിലാക്കി. ഇല്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോണേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതത്തെ തുറക്കുന്ന ഒരു വചന ചിന്തയിലേക്ക് ഞാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ഉത്തരം പറയണേ. ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി, നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ 2000 രൂപയുടെ ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് സുഹൃത്തിന്റെ മുഖം വന്നു. 1 കോടി രൂപയുടെ ആവശ്യം വന്നപ്പോൾ ഒരു സുഹൃത്തിന്റെ മുഖം വരാത്തതിന്റെ കാരണം 1 കോടി രൂപ തന്ന് സഹായിക്കുന്ന സുഹൃത്ത് എനിക്കില്ല. 1 കോടി രൂപ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താ പറഞ്ഞു? ദൈവം എന്നൊരു വാക്ക് വന്നു. എവിടെ നിന്ന് വന്ന ആ വാക്ക്? എന്തുകൊണ്ട് 2000 വന്നപ്പോൾ ദൈവത്തിന്റെ പേര് വന്നില്ല? അതിന്റെ കാരണം നിങ്ങൾ പലപ്പോഴും നമ്മുടെ ചെറിയ കാര്യങ്ങളിലും നമുക്ക് തീർക്കാൻ പറ്റുന്ന പല വിഷയങ്ങളിലും നമ്മൾ നമ്മുടേതായ രീതിയിലെ ചില സൊല്യൂഷനുകളെ കാണുമ്പോൾ അത് നിങ്ങളുടെ അകത്ത് വളർത്തുന്ന ഒരു വിശ്വാസമുണ്ട്. അതായത് 2000 രൂപ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കുന്നില്ല? ഉടനെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ച് എനിക്ക് 2000 വായ്പ തരാവോ എന്ന് ചോദിച്ച് മേടിച്ച് നിങ്ങൾക്ക് 20,000 വന്നാലും ദൈവത്തിന്റെ മുഖം വരത്തില്ല. 25,000 വന്നാലും ദൈവം വരത്തില്ല. അല്ല ബ്രദർ, എന്റെ ഉള്ളിൽ വന്നു. പക്ഷേ അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഒരു ശീലമുണ്ടല്ലോ. ഇന്നലകളിൽ വാങ്ങിച്ച ഒരു ശീലം നിങ്ങളുടെ അകത്ത് ഒരു വിശ്വാസത്തെ ഉളവാക്കിയിട്ടുണ്ട്. വായ്പ മേടിക്കുന്ന ഒരു സ്വഭാവക്കാരനാക്കി നിങ്ങളെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ അകത്തുനിന്ന് എങ്ങനെ പുറത്തു വരാൻ കഴിയും? വലിയ ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ച്, എന്താണ് ഞാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് വലിയ പ്രശ്നം വരുമ്പോൾ ദൈവവും ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മളും അല്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ദൈവം നമ്മളെപ്പോഴും പറഞ്ഞതാണ്, വിശ്വാസം എന്നൊരു വാക്ക് പറയുമ്പോൾ തന്നെ അബ്രഹാമിനെ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന സമയത്ത് തമ്പുരാൻ അബ്രഹാം പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് സകലതും വിട്ടേച്ചു വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു അല്ലേ, സകല പിടിവള്ളി നീ വിട്ടേച്ചു വാ, നിനക്ക് വായ്പ തരാനുള്ള വഴി അടയിടുവാണ്. 10 രൂപ കടം തരുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. ഒരാവശ്യം വന്ന ഓടിച്ചെല്ലുന്ന കൈവായ്പ മേടിക്കാൻ പറ്റുന്ന സഹോദരങ്ങളുണ്ടായിരുന്നു, പലിശക്കാരനുണ്ടായിരുന്നു, നാട്ടുകാരനുണ്ടായിരുന്നു, ഹോട്ടലുകാരനുണ്ടായിരുന്നു. ഇനിയിപ്പം 2 ഊണ് കഴിച്ചാലും, സാറാമച്ചി അബ്രഹാമും പോയി 2 ഊണ് കഴിച്ചാലും പൈസ കൊടുക്കണ്ട, പിന്നെ തന്നാ മതിയെന്ന് പറയാൻ തക്കവണ്ണം ഒരു ഹോട്ടൽ അവിടെ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു സകലതും വിട്ടേച്ച് ഇറങ്ങാൻ പറഞ്ഞു. എങ്ങോട്ടാണ് താൻ പോകുന്നത് പോലും താൻ അറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരുന്ന അബ്രഹാമിനെ പറ്റി ബൈബിൾ പറയും. നോക്കിക്കേ, ഇങ്ങനെ പൊക്കോണ്ടിരുന്ന അബ്രഹാമിനെ ഒരു വാക്യം ഞാൻ പെട്ടെന്ന് എടുക്കാവേ. നമ്മൾ ഇന്ന് ആ വാക്യം സ്വാഭാവികമായിട്ട് എടുത്തിട്ടുള്ള വാക്യമല്ല, ഉൽപ്പത്തി പുസ്തകത്തിന്റെ അകത്ത് ഞാനൊരു വാക്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഇങ്ങനെ പോകുന്ന അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, എന്താ പറഞ്ഞത്? നീ സകലതും വിട്ടേച്ച് എന്ത് ചെയ്യണം? എന്റെ പുറത്തിറങ്ങുക. അതിന്റെ അർത്ഥം അബ്രഹാമിന് ഇനി ജീവിക്കണമെങ്കിൽ വിശ്വാസം വേണം. അബ്രഹാമിന്റെ വയറ് കത്തി. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ, കൽദേറ പട്ടണമായ ഊരിലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചിട്ട് കാശ് പിന്നെ തരാന്ന് പറയാം. പക്ഷേ ഇവിടെ നടക്കത്തില്ല. അബ്രഹാമിന് കാശ് വേണം. ദൈവം പറഞ്ഞു സകലതും വിട്ടേച്ച് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ അബ്രഹാമിന് ഇനി ദൈവം വഴി തുറക്കാതെ ഒരു ഓപ്ഷൻ ഇല്ല. ആ ഹോട്ടലിൽ പോയി അബ്രഹാമിന് വല്ലതും കഴിക്കണമെങ്കിൽ പോലും ദൈവം വല്ലോം തരണം. അപ്പൊ അബ്രഹാം സ്വാഭാവികമായിട്ട് എന്ത് വിശ്വസിച്ചു? തനിക്കൊരു ഊണ് കഴിക്കണേ പോലും എന്ത് ചെയ്തു? താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നോക്കിക്കേ, ഇനി ഞാൻ ഇവിടെ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 20 കാണാൻ പറ്റുന്നുണ്ടോ ആ വാക്യം? ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം, എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് അബ്രഹാം നിരൂപിച്ചു. നിങ്ങൾ വാക്ക് നോക്കിയേ. ആൻഡ് അബ്രഹാം said because I thought. നിങ്ങൾ ആ വാക്ക് നോക്കിയേ. അബ്രഹാം ഈ വാക്കിങ്ങാണ്. ആൻഡ് അബ്രഹാം said because I thought surely the fear of God is not this place. ഇവിടെ ദൈവഭയമില്ലാത്ത ജനമുണ്ടെന്ന് അബ്രഹാമിന്റെ അകത്തൊരു ഭയമുണ്ടായി. നോക്കിക്കേ, ഈ സ്ഥലത്ത് ദൈവമില്ല. അബ്രഹാം സ്വയം പറയുകയാണ്, ദൈവഭയമില്ല നിശ്ചയം, എന്റെ ഭാര്യ നിമിത്തം അവരെന്നെ കൊല്ലുമെന്ന് അബ്രഹാം നിരൂപിച്ചു. വാക്യമുണ്ട് ബിക്കോസ് ഐ തോട്ട്. അബ്രഹാം എന്ത് ചെയ്തു? ചിന്തിച്ചു.
ഇവിടെ നിങ്ങൾ നോക്കിയേ, അബ്രഹാമിന് ഒരു ചിന്തയുണ്ടായി, ഈ ദേശത്ത് വെച്ച് ഞാൻ കൊല്ലപ്പെടുമെന്നൊരു ഭയം. അബ്രഹാമിന്റെ ചിന്ത നോക്കിക്കേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്റെ ഭവനത്തിൽ അനുഗ്രഹിക്കും, രാജാക്കന്മാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിറങ്ങി അബ്രഹാമിന്റെ അകത്ത് ഒരു ചിന്തയുണ്ടായി. എന്താ ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ വാക്ക് നോക്കിയേ, നിങ്ങൾ ആ വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. they will kill me account of my wife. എന്റെ ഭാര്യ നിമിത്തം ഇവരെന്നെ കൊല്ലും എന്ന് എന്ത് ചെയ്തു? അബ്രഹാമിന് ഒരു ചിന്തയുണ്ടായി. അപ്പൊ ഈ ചിന്ത എവിടുന്ന് വന്നു? അബ്രഹാമിന് ദൈവത്തിൽ നിന്ന് വന്നതല്ല. അപ്പൊ ഒരു വിശ്വാസിക്കകത്ത് എപ്പോഴും ഇതേപോലെയുള്ള ചിന്തകൾ എപ്പോഴും വന്നോണ്ട്, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്, കണ്ടിന്യൂസ്ലി റിന്യൂ യുവർ തോട്ട്. നിങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ ചിന്തകളെ പുതുക്കണം. അബ്രഹാമിനോട് ദൈവം നേരിട്ട് വന്ന് പറഞ്ഞു, അബ്രഹാമെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ഭാര്യയെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇതെല്ലാം കേട്ടിറങ്ങിയ അബ്രഹാമിന്റെ അകത്തൊരു ചിന്ത, ഞാൻ മരിച്ചു പോകും, അവരെന്നെ കൊല്ലുമെന്നൊരു ചിന്ത. നോക്കിക്ക്, കുഞ്ഞുണ്ടായിട്ടില്ല, ഇസഹാക്ക് ഉണ്ടായിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അബ്രഹാം പറയുകയാണ്, അവരെന്നെ കൊല്ലുമെന്ന് നിരൂപിച്ചു. അബ്രഹാം അത് ചിന്തിച്ചു. നോക്കിക്കേ, അപ്പൊ ചിന്തകൾക്ക് വലിയ ശക്തിയുണ്ട്. അബ്രഹാമിന്റെ അകത്തുണ്ടായ ഒരു ചിന്ത, എന്താ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്നെ കൊല്ലും. പക്ഷെ ദൈവം പറയുന്നു, നിന്നിൽ നിന്നും ഒത്തിരി രാജാക്കന്മാരുണ്ടാകും. പക്ഷെ അബ്രഹാം ചിന്തിക്കുന്നത്, ഞാൻ മരിക്കും. ഇത് രണ്ടും വ്യത്യാസം മനസ്സിലായോ? നമ്മുടെ അകത്തുണ്ടാകുന്ന ചിന്തകളാണ് നിങ്ങളെ വിശ്വാസത്തിൽ വളർത്തുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളെ തളർത്തുന്നതും വളർത്തുന്നതും ഇതേ ചിന്തകളാണ്. അബ്രഹാമിനെ തളർത്തിയ ചിന്ത എന്താണെന്നറിയാവോ? അബ്രഹാമിന് വലിയ ടെൻഷൻ. ആ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാമിന് ഒരു ഭയം, ദൈവമേ, ഇവിടെ ഫറവോനുണ്ട്, ശക്തിയുണ്ട്, സൈന്യമുണ്ട്, ദുർമന്ത്രവാദിയുണ്ട്, അതുണ്ട് ഇതുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അബ്രഹാം സ്വയം പറയാണ്, ഈ സ്ഥലത്ത് ദൈവ ഭയമില്ല, നിശ്ചയമെന്ന് അബ്രഹാം പറഞ്ഞു. ആൻഡ് അബ്രഹാം said, because I thought surely the fear of God is not this place. ഇവിടെ എന്തില്ല? ദൈവ ഭയമില്ല. എന്നിട്ട് അതുകൊണ്ട് അബ്രഹാം പറയാണ്, അവരെന്നെ കൊല്ലും. അബ്രഹാം ചിന്തിക്കുവാണ്. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങളിൽ പോലും നിങ്ങൾ ദൈവത്തോട് വിശ്വാസത്തെ ഉപയോഗിക്കണം. 25,000 രൂപ ആവശ്യം വന്നാൽ, എന്റെ ദൈവമോ 25,000 രൂപ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തൊരു ബ്രദറെ, എനിക്ക് കർത്താവ് എനിക്ക് വഴി തുറക്കുമോ ബ്രദറെ, ആകാശത്തിലെ കിളിവാതിൽ തുറക്കും ബ്രദറെ. അതെന്നാ സഹോദരി 500 രൂപയുടെ ആവശ്യം വന്നപ്പോൾ അയൽവക്കത്ത് പോയി ചോദിച്ചത്? അത് ബ്രദറെ ഉറപ്പായിട്ടും 500 രൂപ കിട്ടും, വായ്പ മേടിക്കാൻ കിട്ടും. പക്ഷെ 25,000 കിട്ടാത്തത് കൊണ്ട് അത് പ്രാർത്ഥന വിഷയം അല്ല. 500ന്റെ ആവശ്യം വരുമ്പോഴും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ റെഡിയാക്കണം. എന്തിനാ റെഡിയാക്കുന്ന അറിയാവോ? നാളെ വലിയൊരു പ്രതികൂലം വരുമ്പോൾ എന്നാന്നറിയാവോ? വായ്പക്കാരന്റെ മുമ്പിൽ കൈ നീട്ടാൻ നിങ്ങളുടെ കൈ മടിക്കും. പകരം ദൈവത്തിലോട്ട് നോക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ, വിശ്വാസത്തെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. പലപ്പോഴും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വിശ്വാസികളാണ്. എനിക്ക് പലരും അറിയാം. പണ്ട് ഞാനൊരു സാക്ഷ്യം പറഞ്ഞാണ്, ഞാൻ ആ സാക്ഷ്യം വീണ്ടും എടുക്കാവേ. റിപ്പീറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നരുത്. പണ്ട് എന്നെ സഹോദരൻ വിളിച്ചാൽ പറഞ്ഞിട്ടുള്ളതാ. അദ്ദേഹം വിദേശത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് വലിയ പ്രതിസന്ധി, അദ്ദേഹത്തെ പറ്റിച്ച് അവിടെ കൊണ്ടുപോയതാണ് മിഡിൽ ഈസ്റ്റിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഹോട്ടലുകാർ അദ്ദേഹത്തെ പറ്റിച്ചു. അദ്ദേഹത്തിന്റെ ജോലിയൊക്കെ, അദ്ദേഹം ഒരു ഷെഫാണ്. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നാൾ പറഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്യണം. സഹോദര, വചനം കേൾക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ എങ്ങനെയോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ എങ്ങനെയോ പുള്ളിക്ക് നമ്പർ കിട്ടിയതാണ്. ഇതുപോലെ ആരുണ്ട് കേട്ട മെസ്സേജ് കേട്ട യാദൃശ്യമായിട്ട് ഏതോ ഒരു വചനം കേട്ട് രാത്രി എന്നെ വിളിച്ചു. 5-8 വർഷം മുമ്പാ. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇന്നപോലെ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു സമാധാനം തോന്നുന്നു. കാര്യം ഞാനിപ്പോ വിദേശത്ത് പെട്ടിരിക്കുകയാണ്. എന്നെ ഈ ഹോട്ടലിൽ കൊണ്ടുവന്നു, എന്റെ കാശെല്ലാം പിടിച്ചു മേടിച്ചു. എനിക്കിപ്പോ ജോലിയില്ല. നാളെ എന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് എന്നെ അവർ പറഞ്ഞു വിടും. എനിക്കറിയത്തില്ല ബ്രദറെ, എനിക്ക് വീട്ടിൽ ഒത്തിരി കടം മേടിച്ചും വീട് പണയം വെച്ചും ഒക്കെ ഞാനിവിടെ വന്നേക്കുന്നത്, എനിക്ക് നിക്കക്കളി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടയാ തുറന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവം ഒരു പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ദൈവം ഇന്ന ഒരാള് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വഴി തുറക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ബ്രദറെ, അത് എൻ്റെ കൂട്ടുകാരന്റെ അച്ഛന്റെ പേരാണ്. രണ്ടാമത് വെളിപ്പെട്ട പേര് എൻ്റെ കൂട്ടുകാരന്റെ പേരാണ്. പക്ഷെ അവൻ നാട്ടിലാണ്, ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരനാണ്, അവൻ നാട്ടിലാണ്, അവരെല്ലാവരും നാട്ടിലാണ്, വലിയ സാമ്പത്തികം ഉള്ളവരൊന്നും അല്ല.
പക്ഷേ കർത്താവ് പറഞ്ഞു നീ ഇവിടുന്ന് എന്ത് ചെയ്യും, നിന്നെ ഇവിടുന്ന് മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹം നാട്ടിലോട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ എന്നെ വിളിച്ച്, ബ്രദറെ ഒന്നും തോന്നരുത്, ടെൻഷനാണ്. കാരണം വെച്ചാൽ എനിക്ക് അറിയത്തില്ല, നികക്കളിയില്ല, കാരണം ഇനി ഒരു ജോലി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സഹോദര, പരിശുദ്ധാത്മാവ് ഇടപെട്ടു, നിന്റെ സുഹൃത്ത് എനിക്ക് അറിയത്തില്ല, പ്രത്യേകിച്ച് സഹോദരൻ എനിക്ക് അറിയത്തു പോലുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഫേസ്ബുക്കിൽ ഏതോ ഒരു മെസ്സേജ്, അത് എന്ന് ഇട്ടതാണോ, എന്ന് അപ്ലോഡ് ചെയ്താണോ, അത് നിങ്ങൾക്കറിയാം, പഴയ മെസ്സേജ് വല്ല ആയിരിക്കാം. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കണ്ട ഒരു നമ്പറിൽ ഒരു പരിചയമില്ലാത്ത ഒരു ബ്രദറിനെ നിങ്ങൾ വിളിച്ചു. അപ്പൊ ഒരു പരിചയമില്ലാത്ത ബ്രദർ നിങ്ങളുടെ സുഹൃത്തിന്റെ പിതാവിന്റെയും ആ സ്ഥലവും കാര്യങ്ങളും പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി. എന്നിട്ട് അടുത്ത കാര്യം പറഞ്ഞു, നിന്നെ ദൈവം വിദേശത്തോട്ട് അയക്കും, വീണ്ടും ദൈവം നിന്നെ അയക്കും, ഒരു കടവും ഇല്ലാതെ അയക്കും. പക്ഷെ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ടെൻഷനാ ബ്രദറെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, സാരമില്ല, നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകാൻ ഒരു കാര്യം ചെയ്താൽ മതി, നീ കർത്താവിന്റെ കൂട്ടായ്മയിൽ ബലപ്പെടാൻ പറഞ്ഞ് ആ നിമിഷം മുതൽ ആ സഹോദരൻ ഒറ്റ പ്രാർത്ഥന മുടക്കാതെ എല്ലാ പ്രാർത്ഥനയും കൊണ്ട് ഒരു ദിവസം ഈ പറഞ്ഞ സുഹൃത്ത്, അതായത് ആ സുഹൃത്തും പിതാവും ഇവര് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഭവനത്തിലേക്ക് ഇങ്ങനെ ഈ കൂട്ടുകാരനെ കാണാൻ പറ്റുമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയപ്പോഴേ കൂട്ടുകാരൻ പറയടാ, എന്റെ കൂട്ടുകാർ ഇന്ന പോലെ ദുബായിലോ മറ്റെവിടെയോ ഉണ്ട്, അവൻ ഇതുപോലെ ഒരു ഹോട്ടലിലെ പരിപാടി എന്തൊക്കെയോ ഉണ്ട്, ഷെഫിനെ നോക്കുന്നുണ്ട്, നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ കൂട്ടുകാരൻ അങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ല. കാര്യം ഈ കൂട്ടുകാരൻ അത്ര വലിയ കണക്ഷൻ ഉള്ള ആളൊന്നും അല്ല. പക്ഷെ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞൊരു കണക്ഷൻ. ഉടനെ ഇവൻ പറഞ്ഞു, ശരി, ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം ഒരു പ്രാർത്ഥനയിൽ ഇടപെട്ടതാണ്, അതിന്റെ CV യും കാര്യങ്ങളൊക്കെ ഇതാ എല്ലാം അയച്ചു കൊടുത്തു. 2-3 മാസത്തിനുള്ളിൽ തന്നെ ആ മനുഷ്യൻ കയറിപ്പോയി, അവൻ അവിടെ ജോലി കിട്ടി, വളരെ അനുഗ്രഹമായി തന്നു. പിന്നീട് എനിക്ക് വന്ന ഒറ്റ പ്രാർത്ഥനയിൽ പങ്കുചേർന്നിട്ടില്ല. സ്വോത്രം. അതിനുശേഷം പിന്നെ ആ മനുഷ്യനെ കാണുന്നത്, ഈ കുടുംബത്തിൽ ആർക്കോ എന്തോ ഹോസ്പിറ്റൽ കേസ് ഒന്നും, പിന്നെ വെപ്രാളപ്പെട്ട് എന്നെ വിളിച്ചു, ബ്രദറെ പ്രാർത്ഥിക്കണം ബ്രദറെ, കുടുംബത്തിൽ വലിയ വിഷയമാണ്, ഭയങ്കര സംഭവമാണ്, വെപ്രാളമാണ്. എന്തുകൊണ്ടാണ് ഈ വെപ്രാളം വരുന്നത് അറിയാവോ? വെപ്രാളം വരുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് കർത്താവുമായിട്ടൊരു കണക്ഷൻ ഇല്ല. അയ്യോ ബ്രദറെ, ഞാൻ ഇന്നും ബൈബിള് വായിച്ചതേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ ചിന്തകളെയും വിശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇവിടെയാ പലപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. നിങ്ങൾ അറിയാവോ, ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിലിട്ട് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നെബൂഖദ്നേസർ രാജാവ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദാനിയേലേ, നീ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹത്തിന്റെ കൂട്ടിൽ നിന്നും നിന്നെ രക്ഷിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം എന്തുകൊണ്ടാ നെബൂഖദ്നേസർ രാജാവ് അത് ചോദിച്ചത്? ദാനിയേലിന്റെ അലർച്ച കേൾക്കുന്നില്ല, ദാനിയേലിന്റെ പ്രാക്ക് കേൾക്കുന്നില്ല, ദാനിയേലിന്റെ സങ്കടം കേൾക്കുന്നില്ല, നിലവിളി കേൾക്കുന്നില്ല. അപ്പൊ പുള്ളി ഓർത്തു, പിച്ചി ചീന്തി കളഞ്ഞു കാണും സിംഹങ്ങള്, വലിച്ചു കീറി ഭക്ഷിച്ചു കാണും. വളരെ ദയനീയ ശബ്ദത്തോടെ രാജാവ് ചോദിച്ചു, നീ ജീവനോടെ ഉണ്ടോ? ഇങ്ങനെ ചോദിച്ചത്, നീ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹത്തിന്റെ വായിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. ഉടനെ തിരിച്ചൊരു മറുപടി വരുന്നുണ്ട് ദാനിയേലിന്റെ തിരുമനസ്സെ കേട്ടാട്ടെ, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ഇന്നലെ സിംഹങ്ങളുടെ വായെ അടച്ചു. അതെന്താ ദാനിയേല് നീ നിലവിളിക്കാഞ്ഞത്? 3 നേരം പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് പ്രതികൂലം വരുമ്പോൾ ടെൻഷൻ ഇല്ല. നോക്കിക്കേ, എന്താണ് ഈ 3 നേരം പ്രാർത്ഥിക്കുന്നത്? എന്റെ കുടുംബം റെഡിയാകണമേ, എന്റെ പിള്ളേരുടെ ഭാവി റെഡിയാകണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി റെഡിയാകണമേ എന്നല്ല. അവൻ ദിനം പ്രതി യഹോവയുടെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നവനാ. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തവനാ. അതുകൊണ്ട് അവന്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടായി വന്നു. ഇനി സിംഹത്തിന്റെ കൂട്ടിലായിക്കോട്ടെ, പ്രതികൂലങ്ങളുടെ നടുവിലായിക്കോട്ടെ, തീച്ചൂളക്കകത്തായിക്കോട്ടെ, എന്റെ ദൈവം എന്നെ വിടുവിച്ചിരിക്കും. അതിന്റെ കാരണം എന്നറിയാവോ? ഇദ്ദേഹം ട്രെയിൻഡ് ആണ്. സ്വന്തമായി ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ തലമുണ്ട്. അതിനെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ചിന്തകളെ ട്രെയിൻ ചെയ്തു. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, നമ്മുടെ കുഞ്ഞ് ആവശ്യങ്ങൾ വരുമ്പോൾ പോലും നിങ്ങൾ അതുടനെ സോൾവ് ചെയ്യാൻ പോകാതെ ആശ്രയിക്കുക. അവിടെയും നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പഠിക്കണം. നമ്മൾ അങ്ങനെയല്ല, പലപ്പോഴും നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയം ഉടനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാതെ വരും. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാവോ? അവിടെ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വാസം പലപ്പോഴും വർക്കാകുന്നില്ല. എന്നിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഭാരം വർദ്ധിക്കുന്നു. ഞാൻ ദാനിയേലിന്റെ പുസ്തകം വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ദാനിയേലിനോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ നെബൂഖദ്നേസർ രാജാവ് സിംഹത്തിന്റെ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കിളിവാതിൽ ഒന്നും കൂടെ വ്യക്തമായി തുറന്നു. എല്ലാവരും കേൾക്കെ വീണ്ടും അവൻ പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞത്.
നമ്മളാണ് എന്ത് ചെയ്തതിനെ വാതിൽ അടച്ചിട്ടുകൊണ്ട് ആ മുറി മുഴുവൻ അടച്ചിട്ടുകൊണ്ട് ഒച്ചയെല്ലാം കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിലവിളിച്ചേനെ. ദാനിയേൽ വാതിലൊക്കെ തുറന്നിട്ടുകൊണ്ട് നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അതന്നെ ദാനിയേലെ ടെൻഷൻ വരാഞ്ഞത്. ഞങ്ങളാണ് കേട്ടപ്പോൾ തന്നെ ടെൻഷൻ അടിച്ചുപോയി. ദാനിയേലിന് മരിക്കാൻ റെഡിയാണ്. അല്ല, ദാനിയേലിനറിയാം എന്നെ ഇവിടെ കൊണ്ടുവന്നത് അടിമയായിട്ട്. ഇന്ന് ഞാൻ ഇവിടുത്തെ വലിയ പ്രധാന പദവിയിലിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ ദൈവം എന്നെ ആക്കി വെച്ചതെങ്കിൽ ഈ ദൈവം എന്നെ ഉയർത്തിയത് കുഴിക്കാത്തിടാൻ വേണ്ടിയല്ല. എന്റെ കൂടെ പറഞ്ഞ് ദൈവം എന്നെ ഉയർത്തിയത് കുഴിക്കാത്തിടാൻ വേണ്ടിയല്ല, വാഴിക്കാനാണ് പറഞ്ഞത്. ദൈവം എന്നെ ഉയർത്തിയത് ഇങ്ങനെ വിളിക്കാനാണല്ല. അല്ല, വാഴിക്കാനായിട്ട് ദൈവം എന്നെ ഉയർത്തിയതാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് ട്രെയിൻ ചെയ്തേ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ആ വീടിന്റെ അകത്തോട്ട് വരുമ്പോഴേക്കും അയ്യോ പെട്ടെന്ന് കഞ്ഞിക്കലം നോക്കുമ്പോഴേക്ക് ദൈവമേ അരിയും പച്ചക്കറിയും ഒന്നും ഇല്ലല്ലോ, എന്റെ ദൈവമേ എങ്ങനെ ജീവിക്കുന്നില്ല, കൈ വെച്ചങ്ങോട്ട് പറ യഹോവ ഇങ്ങനെ പറഞ്ഞത് എന്റെ കൊട്ടയും എന്റെ മാവ് ഒഴിക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. ഞാൻ അതിനെ നോക്കിയിട്ട് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പഴയ നിയമത്തിൽ ഏലിയാ പ്രവാചകൻ മുഖാന്തരം വിധവയുടെ ഭവനത്തിൽ വർദ്ധിച്ചതുപോലെ യേശുവിന്റെ നാമത്തിൽ എന്റെ കലത്തിലെ അരി വർദ്ധിക്കട്ടെ, എന്റെ കുടുംബത്തിൽ വർധനമുണ്ടാകട്ടെ. ഒന്ന് കൽപ്പിച്ച് എണീറ്റുവാ. അയ്യോ അരി കുറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, അടുത്ത വീട്ടിൽ അവിടെ കടം മേടിച്ചാലും അരി മേടിക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ മനസ്സ് മൊത്തം വായ്പ മേടിക്കുന്നയാളുടെ മനസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മൈൻഡ് മൊത്തം അങ്ങനത്തെ മനസ്സായി തീർന്നിരിക്കുന്നു. അതെന്താ പ്രശ്നം എന്നറിയാവോ? വലിയ വിഷയം വരുമ്പോഴും ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പൊ ഞാൻ പെട്ടെന്ന് നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് ഏതാ കുറേ വർഷമായിട്ട് ചെയ്തിട്ട് ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഏതെങ്കിലും ഒരു മേഖല ഒന്ന് പറഞ്ഞു. ജോലി നമുക്ക് പെട്ടെന്ന് തയ്യൽ പോലത്തെ എന്തെങ്കിലും മേഖലയോ മറന്നു പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ഒരു 20 വർഷമായിട്ട് ചെയ്യുന്നില്ല. ഒന്ന് വലിയ ഉദാഹരണോ? ഡ്രൈവിംഗ്. ഒന്നും കിട്ടുന്നില്ല. പോട്ടെ, ഡ്രൈവിംഗ് എനിക്ക് വന്ന് പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിപ്പം മറ്റു കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗ് ഇരുന്നോട്ടെ. ഇപ്പൊ നിങ്ങൾ ഒരു 10-25 വർഷമായിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നില്ല. വാഹനം ഓടിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ 25 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വണ്ടി എടുത്ത് കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ടച്ച് വിട്ടുപോയെന്ന് പറയും. എന്താ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിവസവും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം 20 വർഷമായിട്ട് അത് ചെയ്യാതിരുന്നപ്പോൾ ടച്ച് വിട്ടുപോയി. അതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ കണക്ട് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ചിന്തകളുമായിട്ട് കണക്ട് ആകുന്നില്ല. കൈ റെഡിയാ, സ്റ്റിയറിംഗെ കൊണ്ടുവച്ചു, വിരലെടുത്ത് എന്ത് ചെയ്തു, നമ്മൾ കീ സ്റ്റാർട്ട് ചെയ്തു, ക്ലച്ച് ചവിട്ടി, ഗിയർ ചവിട്ടി, എല്ലാ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നമ്മൾ. പക്ഷെ നമ്മുടെ ചിന്ത പറയുന്നു ടച്ച് കിട്ടുന്നില്ല. എന്താ കുഴപ്പമെന്നറിയാവോ? ആ ടച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. മനസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? തോട്ട്സ് പറയും, നമ്മുടെ ചിന്തകൾ പറയുന്നു നിനക്കത് കഴിയത്തില്ല. 20 വർഷമായിട്ട് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അതിൽ കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതത്തിലും. നിങ്ങൾ ഒരു 5 രൂപയ്ക്ക് വേണ്ടി 500 രൂപ കടം മേടിച്ച് ശീലിക്കുന്ന ഒരു വ്യക്തി, അപ്പൊ ബ്രദറെ പിന്നെ ആവശ്യം വന്നാൽ ഞാൻ എന്നാ ചെയ്യണം ബ്രദറെ എന്ന് പറ. ആവശ്യം വന്നാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ സ്വാഭാവികമായിട്ടും പറയത്തില്ല. ഒരു നിമിഷം, ഞാൻ എന്തൊരു സാധനം ഓണായി, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്കപ്പോൾ ഒരു ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമുക്കൊരു ആവശ്യം വന്നാൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്. ബ്രദറെ ഞാൻ കുറേ ട്രൈ ചെയ്ത്, ബ്രദർ പറയുന്നതൊക്കെ ശരി, ഞാൻ കുറേ നാൾ വായ്പ മേടിക്കാതൊക്കെ ഇരുന്ന് നോക്കി ബ്രദറെ, പക്ഷെ പറ്റുന്നില്ല, വായ്പ മേടിച്ചങ്ങ് പോവുക ബ്രദറെ, എന്നെ ചെയ്യാനാ ബ്രദറെ, എനിക്കൊരു രക്ഷയില്ല ബ്രദറെ എന്ന് പലപ്പോഴും നിങ്ങൾ തന്നെ നമ്മളോട് തന്നെ പറയാറില്ല അല്ലേ? പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്കല്ലേ? പക്ഷേ ഇനി മുതൽ നിങ്ങൾ ചിന്തിച്ചോണം, ഇനി മുതൽ ശ്രദ്ധിച്ചോണം. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പാടല്ലായിരുന്നു വിശ്വസിക്കാനൊക്കെ. ബ്രദർ ഇങ്ങനെ പറയുന്നൊക്കെ ശരിയാ ബ്രദറെ, കർത്താവ് ചെയ്യുന്നൊക്കെ അറിയാം, പക്ഷെ എനിക്കൊരു ബലമില്ല ബ്രദർ. ആദ്യമൊക്കെ നിങ്ങൾ തെരുതരെ വിളിക്കുമായിരുന്നു അല്ലേ? ആദ്യമൊക്കെ തെരുതരെ വിളിച്ചിട്ട് ചോദിക്കുമായിരുന്നു ബ്രദറെ ശരിയാകുന്നില്ല. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴെന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു ചോദിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ആ ചിന്തയിൽ നിന്നും പുറത്തു വന്ന കാര്യം? ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി. പണ്ട് നിങ്ങൾ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രയർ റിക്വസ്റ്റ് അയച്ചതിന് ശേഷം ഉടനെ ബ്രദറെ മറക്കരുതേ പ്രാർത്ഥിക്കണമേ, പിന്നെയും നിങ്ങൾ മെസ്സേജ് അയക്കും, ബ്രദറെ മറക്കരുതേ പ്രാർത്ഥിക്കണമേ, പിന്നെയും വിളിക്കും ബ്രദറെ പ്രാർത്ഥിക്കണം. പിന്നെ ഗ്യാപ്പ് വരാൻ തുടങ്ങി.
കാര്യം ഓരോ ദിവസവും നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുകയും വചനം കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അകത്ത് വിശ്വാസം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ തുടങ്ങി, അത് നിങ്ങളെ പ്രത്യാശ കൊണ്ടുവരുവാൻ തുടങ്ങി, അത് നിങ്ങളിൽ ഉറപ്പ് കൊണ്ടുവരുവാൻ തുടങ്ങി. ഇതിനെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇത് തന്നെയാണ് ദാനിയേൽ ചെയ്തത്. നോക്കിയേ, അബ്രഹാമിനെ പറ്റി ഞാൻ ആ വാക്യം വായിച്ചില്ല, ഇപ്പൊ ആ വാക്യം മൊത്തം മറിഞ്ഞു പോയി, ഒരു വീഡിയോ പെട്ടെന്ന് കയറി വന്നു. അബ്രഹാമിന് എന്ത് സംഭവിച്ചു? അബ്രഹാം സ്വയം പറഞ്ഞു, ഇവിടെ ദൈവഭയം ഇല്ല എന്നൊരു തോന്നലുണ്ടായിട്ട് പറഞ്ഞു, ഇവരെന്നെ കൊല്ലും. കണ്ടോ, അവസാനം ആരെ ഒന്നും ചെയ്തില്ല. അവിടെ അബ്രഹാം മരിച്ചുമില്ല, അബ്രഹാമിനെ കൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. അബ്രഹാം അവിടെ വാഗ്ദത്ത സന്തതിയെ കണ്ട് ഈ വിശ്വാസികളുടെ പിതാവായിട്ട് മാറി. പക്ഷേ ചിന്ത വന്നപ്പോൾ അബ്രഹാം ഭയപ്പെട്ടു പോയി. ദൈവം പലപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തുന്നതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ്. ചിലപ്പോൾ നിങ്ങൾ നിൽക്കത്തില്ല, ബ്രദറെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനോ എൻ്റെ കൂടെ വിശ്വസിക്കാനോ ഇപ്പൊ വായ്പ പോലും ഒരു മനുഷ്യൻ തരുന്നില്ല ബ്രദറെ. എനിക്കറിയത്തില്ല, നമ്മൾ ഉടനെ അത് കറക്കി അങ്ങ് അടിക്കും. ഈ വിശ്വാസത്തിന്റെ ശോധനയാണെന്നും പിശാചിന്റെ പോരാട്ടമാണെന്നും പ്രതികൂലമാണെന്നും ഒക്കെ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യും? തിരിച്ചു മറിച്ചു അങ്ങോട്ട് അടിക്കും. എന്നാ സംഭവം എന്നറിയാവോ? ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നെ വളർത്താൻ വേണ്ടി. ഉദാഹരണം ഞാൻ പറയാം. അബ്രഹാമിനെ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, നിനക്ക് സകലതും വിട്ടേച്ചിറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് ചിന്തിച്ചു, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഞാൻ പറയുക, സഹോദരി ബാഗ് മാത്രം എടുക്കുക, 4 ഷർട്ടും 2 വേണ്ട നിങ്ങളുടെ ചുരിദാറോ മറ്റോ ഒക്കെ എടുക്കുക, 4 ദിവസത്തേക്കുള്ള സാധനം എടുക്കുക, കയ്യിലുള്ള പേഴ്സിൽ ഇപ്പം എന്താണോ ഉള്ളത് അത് മാത്രം എടുക്കുക, വീടും ആധാരം വിട്ടേക്കുക, കുടുംബം മൊത്തം വിട്ടേക്കൊണ്ട് നേരെ ആ വണ്ടി കയറിയിട്ട് ആഫ്രിക്കയിലുള്ള ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോകത്തില്ല. പക്ഷെ അബ്രഹാം പോയി. ഞാൻ ചിന്തിച്ചോട്ടെ, അവിടെ ചെന്ന് ഏത് ഭാഷ നിങ്ങൾ പറയും? അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ആഹാരം കഴിക്കും? 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സ് കാലിയാണ്, അതിൻ്റെ അകത്ത് ഇനി ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഉടനെ അബ്രഹാം പറഞ്ഞു, പിശാചിന്റെ പോരാട്ടമാണ്. ഒന്നുമല്ല, അബ്രഹാമിന് മനസ്സിലായി, ഇവിടെ എനിക്ക് വിശ്വാസത്തിൽ വളർന്നേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ നാട്ടിലാണെങ്കിൽ ഹോട്ടലിൽ പോയി ഒരു കാലിച്ചായ കുടിച്ചാൽ പോലും എന്നെ സഹായിക്കാൻ അമ്മാച്ചന്മാരാരെങ്കിലും ഉണ്ട്, എനിക്ക് ആരെങ്കിലും ഒക്കെ സഹായം വരും. പക്ഷെ ഇവിടെ ദൂതന്മാരിറങ്ങാതെ ഒരു വഴി നടക്കത്തില്ല. ഇവിടെ എന്നെ സഹായിക്കുവാൻ ഇനി ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയത്തില്ല. അബ്രഹാം തന്നെത്താനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. വിശ്വാസത്താൽ അല്ലാതെ എനിക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിയത്തില്ല. അബ്രഹാം ഉയരത്തിലേക്ക് ചിന്തിച്ചു. എന്റെ സഹായം ഇനി എവിടുന്നാ വരുന്നത്? അമ്മാച്ചന്റെ കയ്യിൽ നിന്നല്ല, അളിയന്റെ കയ്യിൽ നിന്നല്ല, നാട്ടുകാരിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരത്തുള്ളൂ. ഇങ്ങനെ അബ്രഹാം ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നത്. ആമേൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞാവശ്യങ്ങൾ വരുമ്പോൾ പോലും, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒന്നുകൂടെ ഞാൻ കണക്ട് ചെയ്യുവാണ്, ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ പോലും നിങ്ങളൊന്ന് ചിന്തിച്ചതിന് ആരെയാണ് ആദ്യം വിളിക്കുന്നത്? ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് 2 പ്രാവശ്യമൊക്കെ വിശ്വാസമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വിളിച്ചു പോവായിരിക്കും. പക്ഷെ പ്രോത്സാഹിപ്പിക്കരുതേ. പൗലോസ് പറഞ്ഞില്ല, കണ്ടിന്യൂസ്ലി റിന്യൂഡ് യുവർ തോട്ട്സ്. തുടർച്ചയായി നിങ്ങൾ എന്ത് ചെയ്യണം? പുതുക്കണം നിങ്ങളുടെ ചിന്തകളെ. എങ്ങനെ പുതുക്കുന്നത് അറിയോ? അനുദിനം ജീവിതത്തിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ വിഷയം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഒറ്റയ്ക്ക് നിൽക്കാൻ നിങ്ങൾ പഠിക്കണം. പ്രാർത്ഥനക്കാർ 10 പേര് കൂടുതലുള്ളതുകൊണ്ട് അവരെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ബലം പിടിച്ച് നടക്കൊന്നും വേണ്ട. ആരുമില്ലെങ്കിലും എനിക്ക് നിൽക്കാൻ കർത്താവിൽ ശക്തി തരും ദൈവം. അങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം സന്നത്താൻ നിങ്ങളെ തന്നെ. അങ്ങനെ നിങ്ങൾ തന്നെത്താൻ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും വിശ്വാസത്താലാണ് ഈ സയൻസ് ആൻഡ് വണ്ടർ ഉണ്ടാകുന്നത്, അത്ഭുതങ്ങളും അടയാളം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പേര് നമുക്ക് വിശ്വാസി എന്നാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാത്തതിന്റെ പല കാരണം ഈ തോട്ട്സ് ആണ്. അബ്രഹാം ചിന്തിച്ചതുപോലെ ചിന്തിക്കുകയാണ്, എന്നെ കൊല്ലും. എന്നിട്ട് ആ ചിന്തകളെ നമ്മൾ പയ്യെ വളർത്തിക്കൊണ്ടിരിക്കുക. പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇനി മുതൽ എന്ത് ചെയ്യണം? ഇനി മുതൽ ഒരു 500 രൂപ ആവശ്യം വന്നാൽ വായ്പ മേടിക്കുന്ന ആ കൂട്ടുകാരന്റെ കുറച്ചു നേരം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവം ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ എൻ്റെ ദൈവമോ 500 രൂപ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞില്ലേ, കൺവെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു, ആരോടും ചോദിക്കാൻ ഓപ്ഷൻ ഇല്ല, അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവം മിറക്കിൾ മണി തുറന്നു. ആദ്യമൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും പറയാണ്, കണ്ടിന്യൂസ്ലി റിന്യൂവിങ് യുവർ തോട്ട്സ്.
തുടർച്ചയായി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. എനിക്കൊരു സഹായകൻ ഉണ്ട്. 25,000 രൂപ ആവശ്യം വരുമ്പോൾ ഓടി വരുന്ന ദൈവമല്ല, മരിക്കുമെന്ന് ഉറപ്പുള്ള വിഷയത്തിൽ ഇറങ്ങുന്ന ദൈവമല്ല. അനുദിനത്തിൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ഓരോ സെക്കൻഡും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഓരോ സെക്കൻഡിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഓരോ നിമിഷവും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് പറ്റത്തില്ല. ഇങ്ങനെ ജീവിക്കണം. അപ്പൊ ജീവിച്ചാൽ രോഗത്തിനോ രോഗശക്തിക്കോ പ്രശ്നത്തിനോ നിങ്ങൾ തൊടാൻ പറ്റും. ദൈവം ജീവിച്ചില്ലേ പിന്നെ ഏത് മരുന്നാണ് കിട്ടുന്നത്? ഈ ബ്രദറെ, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം നമുക്ക് ആരോഗ്യം തരുന്നില്ല, ദൈവം എനിക്ക് ആയുസ് തരുന്നില്ല, ഏത് മരുന്നിനെ രക്ഷിക്കാൻ പറ്റും പറ? ആമേൻ. ആ സഹോദരി ഇപ്പോൾ ഒരു കമന്റ് ഇട്ട പോലെ 500-300 രൂപ ആവശ്യം വന്നപ്പോഴേക്കും ബൈബിളിൽ നിന്ന് കിട്ടിയത്. എനിക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിയോ? കാര്യം നമ്മൾ ചിന്തിക്കണം, ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് എന്തിനു വായ്പ മേടിക്കുന്നു? ഈ ഉദാഹരണം പറഞ്ഞാൽ ഒരു വാക്ക് എടുക്കാൻ വിട്ടുപോയി, ആ വാക്കും കൂടെ എടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. ഈ സമയത്തിന്റെ പരിമിതി നമ്മളെപ്പോഴും ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ എടുത്തു വെച്ചിരുന്ന വാക്യം പലതും ഒന്ന് മാറിപ്പോയതാണ്, പറ്റിപ്പോയത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു വാക്യം ഞാൻ എടുക്കാം. ആമേൻ. ആവർത്തന പുസ്തകത്തിന്റെ അകത്തൊരു വാക്യം, പരിചിതമായ വാക്യമാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നത്, നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. നോക്കി, നീ നമുക്കിത് ഏത് പ്രതികൂലം വന്നാലും നിങ്ങൾ ഈ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ട്രെയിൻ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒരുക്കിയാൽ വലിയ പ്രതികൂലം വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ചിന്തകൾ. ചിന്ത വളരെ അനുഗ്രഹമാണ്. ചിന്ത ഒരിക്കലും നെഗറ്റീവ് അല്ല. ചിന്തകൾ വളരെ അനുഗ്രഹമാണ്. അതിനെ നിങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത പ്രസംഗങ്ങളൊന്നും കേൾക്കാൻ പോകരുത്. ആവശ്യമില്ലാത്ത യൂട്യൂബ് കേൾക്കുമ്പോൾ അയ്യോ എനിക്കതെന്ന് വിശ്വാസ വീരന്മാരായുള്ള പല ആൾക്കാരും ഇപ്പൊ തകർന്ന് അരിപ്പടമായാലും എനിക്കറിയാം. ഈ ആവശ്യമില്ലാത്ത കാഴ്ചപ്പാട് കേട്ട് ആവശ്യം യൂട്യൂബ് തുറന്നാൽ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കേൾക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേൾക്കാം. ആവശ്യമില്ലാത്ത കേട്ട് ബന്ധിക്കപ്പെട്ടവരെ എനിക്കറിയാം. എനിക്കിപ്പോൾ അവിടെ സംസാരിക്കും എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങൾ എങ്ങനെ വിശ്വാസം പറഞ്ഞവരാ? അല്ല ബ്രദർ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അതേ ഒരു ദേവദാസൻ അച്ചട്ടായിട്ട് പറഞ്ഞു, ആ വഴി അങ്ങ് പോയി. ഇനി അതൊന്നും തിരിച്ചു കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കിയേ, നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, നീ വായ്പ വാങ്ങത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവോ ഇല്ലയോ? നടക്കുവോ ഇല്ലയോ? വായ്പ മേടിക്കാതെ ജീവിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒന്ന് പറഞ്ഞേ. വായ്പ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? ബാങ്ക് ലോണൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാ? ഇതൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാ? ഇതൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഇതൊക്കെ ഞാൻ ഉൾപ്പെടെ പറയുവാണ്, ഞാൻ ഉൾപ്പെടെ പ്രതിക്കൂട്ടി നിന്നുകൊണ്ട് പറയുവാണ്. നമ്മുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നതിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ ചിന്തക്കകത്ത് കിടക്കുന്ന സകലതിനെ മൊത്തം എറേസ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ശരീരത്തിൽ നന്നായിട്ട് ഫാറ്റ് ഉള്ള ഒരു മനുഷ്യന് വലിയ ആഗ്രഹം, എനിക്ക് സ്ലിം ആകണം, എനിക്ക് നല്ല ജിം ബോഡി ആകണം എന്ന് ഞാനൊരു സുപ്രഭാതത്തിൽ, നിങ്ങളോ സുപ്രഭാതത്തിൽ ആഗ്രഹിക്കട്ടെ, ശരീരത്തിൽ ഫാറ്റ് എല്ലാം പോയി എനിക്ക് ഫിറ്റ് ആകണം എന്ന് ആഗ്രഹിച്ചാൽ ആഗ്രഹം മാത്രം പോരാ, ഞാൻ എൻ്റെ ശരീരത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അല്ലേ? ട്രെയിൻ ചെയ്യിപ്പിക്കണം. പുറത്തുനിന്ന് മസിൽ കൊണ്ട് ഫിറ്റ് ചെയ്യുവല്ല, കടയിൽ നിന്ന് മേടിച്ച് വെക്കുവല്ല, എൻ്റെ ശരീരത്തിന്റെ അകത്തുള്ളതിനെ ഞാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വായ്പ മേടിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 25,000 രൂപയുടെയും 10 കോടി രൂപയുടെയും കാര്യം പറയുന്നത് അല്ല. നിങ്ങൾക്ക് വരുന്ന 10 രൂപ പോലും വായ്പയാണ്. ട്രെയിൻ ചെയ്യിപ്പിക്കുക. കർത്താവ്, എനിക്കറിയാം, ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരി 10 രൂപ തരും, ഉറപ്പാണ്. അയൽവക്കത്തെ അവരെനിക്ക് 10 രൂപ തരുമെന്ന് എനിക്കറിയാം. ഭർത്താവ് തരും, ഭാര്യ തരും, പിള്ളേർ തരും, എനിക്കറിയാം. ഒന്ന് മെനക്കെട്ടെ. അത് ചോദിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമോ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോ. കാര്യം ഇതൊന്നും എന്തിനാണ് ചെയ്യുന്നറിയാവോ? ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല, എൻ്റെ മനസ്സിനെ ഞാൻ ഉറപ്പിക്കുക. ആ രോഗം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ വന്നിട്ട് പ്രാർത്ഥിക്കാനിരിക്കാതെ ആ കുഞ്ഞ് തലവേദന വരുമ്പോൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തേ. നമ്മൾ ഇപ്പൊ ഞാൻ പറയാം, വലിയൊരു രോഗം വരുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞാൽ ഇത് ഒത്തിരി പറയണമെന്നുണ്ട്. എനിക്ക് തന്നെ സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ലെഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം, പിന്നീട് യൂട്യൂബിൽ കേട്ടാൽ മതി. ഇങ്ങനെ കണക്ഷൻ വരുന്നതുകൊണ്ടാണ് ഞാൻ നീണ്ടതുകൊണ്ടല്ല, അല്ല ഞാൻ പെട്ടെന്ന് നിർത്തിയാണ്. നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുന്നറിയാവോ? ഈ വലിയൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ പറയാം, പ്രശ്നത്തിന്റെ കൂടെ ഭാരം വരും. അത് തന്നെയാണ് അബ്രഹാമിന് പറ്റിപ്പോയത്.
അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത് ഭയങ്കര സന്തോഷത്തോടെയാണ്. അബ്രഹാം പോയ വഴിയിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പട്ടണത്തിൽ ചെന്ന സമയത്ത് മാത്രം അബ്രഹാം ഒരു വാക്ക് പറഞ്ഞു, ഇവിടെ ദൈവഭയമില്ലാത്ത ജനമാണ്. ഇവിടെ മാത്രമാണ് അത് പറയുന്നത്. പെട്ടെന്ന് അബ്രഹാമിന് ഒരു ചിന്ത, കാര്യം എന്താണെന്നറിയോ, ആ ദേശത്തിലുള്ള ആൾക്കാരുടെ നോട്ടവും പെരുമാറ്റവും കണ്ടപ്പോൾ ഒരു പേടി. ഈ പേടിക്കകത്തു നിന്നും അബ്രഹാം പറഞ്ഞു, എന്നെ ഇവര് കൊല്ലും. കണ്ടോ? അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ അകത്ത് ചില ഭയങ്ങള്, ഭാരങ്ങള്, നമ്മളെ അലട്ടുന്ന അവിശ്വാസം, പെറുപെറുപ്പ്, ഇതൊക്കെ വരും. പക്ഷെ ഇതേ സിറ്റുവേഷൻ അല്ലേ ദാനിയേലിന് വന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അബ്രഹാമിനെ കൊല്ലുമെന്നൊരു ചിന്തയേ വന്നുള്ളൂ, പക്ഷെ ദാനിയേലിനെ കൊല്ലുമെന്നുള്ള വിളംബരം വന്നു. തന്നെ സിംഹത്തിന്റെ കൂട്ടി കൊണ്ടുപോയി ഇടുവെന്നൊരു വിളംബരം വന്നിട്ട് പോലും ദാനിയേലിന് പേടിയൊന്നുമില്ല. എന്താ കാരണം എന്നറിയാവോ? ദാനിയേലിന്റെ ചിന്ത വളരെ സ്ട്രോങ് ആണ്. എന്താ സ്ട്രോങ് ആകാൻ പറയാൻ കാര്യം എന്നറിയാവോ? ദാനിയേലിന് ദൈവത്തെ പറ്റി നന്നായിട്ട് അറിയാം. അനുദിനം അദ്ദേഹം ദൈവമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓ ബ്രദറെ, അതൊക്കെ ദാനിയേലല്ലേ ബ്രദറെ, അതൊക്കെ ദാനിയേലല്ലേ ബ്രദറെ, നിനക്കും പറ്റുമെന്നേ. ആ കുഞ്ഞ് കൈയുടെ വേദന വരുന്ന സമയത്ത്, ആ തലവേദന വരുമ്പോൾ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചിട്ട് മാറത്തില്ലായിരിക്കാം, പക്ഷെ ഉപയോഗിച്ച് പഠിക്കുന്നുവെങ്കിൽ നാളെ ഇനി മാരക രോഗം കണ്ടാലും നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? കൈവെക്കും. ആ ഇത്രയേ ഉള്ളൂ. അതിന് ഇത്ര ഉള്ളെന്ന് പറയാൻ കാര്യം, എന്റെ ദൈവമേ, ദിവസവും ഞാനിത് ചെയ്യുന്നതാ, ദിവസവും ഞാനിത് ചെയ്യുന്നതാ. ഞാൻ വെൽ ട്രെയിൻഡ് ആയി മാറിയിരിക്കുന്നു, ഞാൻ വെൽ ട്രെയിൻഡ് ആയി മാറി. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, കണ്ടിന്യൂസ്ലി. ഇതാണ് വിശ്വാസ ജീവിതം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പൊ ഉയരത്തിലുള്ള ചിന്തകളാണ് നമ്മളെ സഹായിക്കുന്നത്. പ്രാർത്ഥിച്ച് അവസാനിക്കുകയാണ്. നാളെയും കർത്താവ് ഈ വചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തരുന്നതെങ്കിൽ നമ്മൾ പിന്നെയും കേൾക്കും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല, അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിരാശയൊക്കെ എടുത്ത് കളാ, മനസ്സ് പറയുന്നതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറയാൻ, മനസ്സ് നിങ്ങളെ ദണ്ഡിപ്പിക്കുന്ന എന്തെങ്കിലും വന്ന് ഉറപ്പിച്ചാൽ മതി. അത് ലോകത്തിന്റെ ചിന്തയാണ്, ദൈവത്തിൽ നിന്നുള്ളതല്ല. അതിനെ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. എനിക്കറിയാം, എന്നെ കരയിപ്പിക്കുന്നതല്ല. ദൈവം ഒരിക്കലും ഒരു എന്താ പറയുന്നത്, എന്നെ കരയിപ്പിച്ച് വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നും ദൈവത്തിനില്ല. എന്നെ കരയിപ്പിച്ചിട്ട് വിശ്വസിപ്പിക്കുന്ന ദൈവത്തിനില്ല. ചില പറയത്തില്ലേ, ദൈവ ആ ശോധനയിലൂടെ കടത്തി വിട്ട് നിങ്ങളെ എന്ത് ചെയ്യും, പൊന്നാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞ നമ്മളെ പാട്ടൊക്കെ പാടത്തില്ലേ, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കി മാറ്റുന്നു. ഇതൊക്കെ വെറുതെ പാടിക്കൊണ്ട് നടക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ പഴയ നിയമത്തിലെ വിശ്വാസികളല്ല. നിങ്ങളെ പൊന്നാക്കി മാറ്റേണ്ട കാര്യം, ദോഷങ്ങളാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കത്തില്ല. നിങ്ങളെ നിങ്ങളെ ശോധനയിലൂടെ കടത്തിവിട്ട് പൊന്നാക്കേണ്ട അവസ്ഥ ദൈവത്തിന്. നിങ്ങൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒന്നാം തരം പൊന്നാണ്. ആമേൻ. അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകിച്ച് ഇനി തീക്കാത്ത് കടത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ലോകത്തിൽ ജയിച്ചവരാണ്, വിശ്വാസ വീരന്മാരാണ്, ദൈവത്തിന്റെ മക്കളാണ്, അവകാശികളാണ്. നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ, വലിയ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. ദൈവമേ, ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഈ ഗ്രേസി ജോർജ് എന്നൊരു പേര്, ഗ്രേസി എന്നും ജോർജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിൽ 2 വ്യക്തികളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിന്റെ അകത്തൊരു പെൺ പൈതലിനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇപ്പോൾ തന്നെ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്റെ വീടാണ്. എന്റെ മോളെ ഗ്രേസ്, അതിന്റെ പപ്പായുടെ പേര് ജോർജ്. പപ്പായുടെ പേര് ജോർജ്. ജോർജ് അല്ലേ? അതെ. 28 വയസ്സായി, വിവാഹമൊന്നും ആയിട്ടില്ല. സ്പെഷ്യലിറ്റി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. മകളെ കർത്താവ് കൂടുക കേട്ടോ. ഇന്ന് കർത്താവിന്റെ മകളെ കർത്താവ് തൊടുവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ, പരിശുദ്ധാത്മാവ് എല്ലാം കാണുന്നു. അടയ്ക്കാൻ നോക്കിയ പിശാചിന്റെ തന്ത്രമാണ് ഇന്ന് പൊളിയുന്നത്. കർത്താവ് ഇന്ന് വ്യക്തമായ കുടുംബത്തെ തൊടുന്നല്ലോ കർത്താവെ. പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തെ അങ്ങ് തൊടുന്നതിന് നന്ദി പറയുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഇപ്പോൾ തന്നെ ആ വഴി തുറക്കട്ടെ. ആ മകളെ ബന്ധിക്കാൻ നോക്കുന്ന സകല പിശാചിന്റെ മുഖങ്ങൾ ഒടിയട്ടെ, ഭാവി തുറക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ,
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നന്ദി പിതാവേ, നന്ദി കർത്താവ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞ്, യേശു കർത്താവ് എന്റെ രോഗത്തെ അനുഭവിച്ചതാ. പറ, യേശു കർത്താവ് എന്റെ രോഗത്തെ അനുഭവിച്ചതാ. രോഗശക്തിക്ക് എന്റെ മേൽ അനുവാദമില്ല. ദിവ്യാരോഗ്യവും ദീർഘായുസ്സും എന്റെ അവകാശമാണ്, എന്റെ അവകാശമാണ്. ഇപ്പോൾ ഞാൻ, നാളെയല്ല, ഇപ്പോൾ ഞാൻ സൗഖ്യമാകും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ രോഗസൗഖ്യങ്ങൾ ഇൻസ്റ്റന്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുക. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. ആ കാഴ്ചയൊക്കെ വർദ്ധിക്കുക. യേശുവിന്റെ നാമത്തിൽ ചെവികൾ തുറന്നു വരുന്നു. ഊമൻ സംസാരിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശക്തിയിലാണ് നിങ്ങൾ. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ ഉള്ളത്തിൽ ഫിലോമിന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് കർത്താവിന്റെ ഇടുക്കുള എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി കണക്ട് ചെയ്ത് ആ കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ വാക്ക് പറയുന്നു, വർഷങ്ങളായി മറഞ്ഞു നിൽക്കുന്ന പിശാചിന്റെ പ്രവർത്തികൾ ആ കുടുംബം വിട്ട് മാറിയിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, വീട് ക്ഷയിക്കുന്ന അവസ്ഥയിൽ, അതായത് ഭൗതികമായിട്ടല്ല ആത്മീയമായിട്ടൊരു കാഴ്ച കാണുന്നു. ആത്മീയമായിട്ട് ക്ഷയിക്കുന്ന ചില അനുഭവങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുന്നപ്പ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കുടുംബത്തിന് മേൽ തുറന്നു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്വീകരിച്ചാട്ടെ, അത്ഭുതകരമായ പ്രവൃത്തികളെ സ്വീകരിച്ചാട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനവും ആ വ്യക്തികളുമായി കണക്ട് ചെയ്ത് ആരാണോ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു, യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധികൾ ആ കുടുംബം വിട്ട് മാറിപ്പോകുവാൻ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുന്നു. നന്ദി കർത്താവേ. ആലോചന ഇടപെടുന്നവരല്ലാതെ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. തോമസ് ബാർ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത്. നന്ദി പിതാവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ കർത്താവ് എന്നെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 12 വർഷം മുമ്പ് വരെ കടത്ത്, ഈ വള്ളത്തെ കടത്ത് കളന്നിട്ടായിരുന്നു ആ വീടിന്റെ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു പാലം അവിടെ ഉണ്ടായി. ആ പാലം കടന്നാണ് ഇപ്പൊ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തുഴ, പഴയ തുഴ, മനസ്സിലായല്ലോ തുഴ എന്നാന്നുള്ളത്, വള്ളം തുഴയുന്ന ഒരു തുഴ ഇപ്പോഴും ആ വീടിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ ആ ഭവനത്തിൽ കാണിക്കുന്നു. ആ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു വാക്ക് പറയുന്നു, ചില സ്ഥലങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ നിമിത്തം കാലങ്ങൾക്ക് മുമ്പ് ആ കുടുംബത്തിന്റെ അകത്ത് വീണ കുരുക്കിനെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നതായിട്ട് പറയുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നന്ദി പിതാവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പൊ തന്നെ അത് ഏറ്റെടുത്താട്ടെ. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കർത്താവിനോട് പറയുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടെ ക്ലിയർ ആകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യമായി നന്ദി കർത്താവേ, യേശുവിന്റെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റി സംസാരിക്കുന്നവരെല്ലാം നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ തന്നെ നിങ്ങൾ ലെഫ്റ്റ് ചെയ്യുക. യൂട്യൂബിൽ പിന്നീട് പ്രാർത്ഥന കേട്ടാൽ മതി. എനിക്കൊരു കർത്താവിന്റെ ആലോചന കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഞാൻ 1-2 മിനിറ്റിൽ നിങ്ങൾക്ക് അവസരം തരാം. ഇന്ന് സൂമിൽ കാണുന്നവര് വേഗത്തിൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള കാര്യം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയും തോന്നുന്നില്ല. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനുകളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ പിന്നീട് കേട്ടാൽ മതി. ഏതെങ്കിലും ആലോചന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അവിടെ കാണും. ബാക്കി എല്ലാവരും 1 നിമിഷം ഞാൻ ഒന്നുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ബാക്കി എല്ലാവരും ഒന്ന് ബാക്കി നിങ്ങൾക്ക് ബ്രദർ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ ബ്രദർ, എനിക്ക് അലർട്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറ്റുന്നവരെല്ലാം ഒന്ന് ലെഫ്റ്റ് ചെയ്ത്. എനിക്ക് അത്രയും പാടാണ് മ്യൂട്ട് മാറ്റി. എനിക്ക് ഇവിടെ നിന്ന് അൺമ്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആലോചന ഇടപെടുന്ന ആൾക്കാർ പ്രതികരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. സൂമിലാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി. കാര്യം നിങ്ങൾക്ക് വീട്ടിൻ്റെ അകത്ത് പ്രാർത്ഥനയ്ക്ക് അന്തരീക്ഷം ഇല്ലാത്തവരുണ്ടെങ്കിൽ മാത്രം
അല്ലാത്തൊരു ലിങ്കിലൂടെ നിങ്ങൾക്ക് സൂമിലേക്ക് പ്രവേശിക്കാം. കാര്യം ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആണ്. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണ്, പ്രവചനത്തിന്റെ സമയം. ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം അലേർട്ടായിട്ടിരിക്കും, അത്രത്തോളം ദൈവാത്മാവ് നമ്മോട് ഇടപെടും. അല്ലാത്ത പക്ഷം ഈ പ്രാർത്ഥന വേഗത്തിൽ ക്ലോസ് ചെയ്ത് പോകുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് വളരെ സീരിയസ്, ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും ഇല്ല, വളരെ സീരിയസ് ആകണം. കർത്താവ് നമ്മോട് ഇടപെടുന്ന സമയമാണ്. നന്ദി യേശു. വളരെ സീരിയസ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ കളിച്ച് നിൽക്കരുത്, തമാശ കളിക്കുന്ന സ്ഥലമല്ല. നിങ്ങളുടെ ജീവിതത്തെ ടേൺ ചെയ്യിക്കുവാൻ ശക്തിയുള്ള ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. യേശുവെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നിട്ട് ഉള്ളത്തിൽ കർത്താവ് മോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. മോൺസന്റെ ഭവനത്തെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കുവാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ സമാധാനം മോൺസന്റെ ഭവനത്തിന്റെ മേൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പം നിങ്ങൾ ആരും ഹോസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാർ ഇപ്പം ആരെയും മ്യൂട്ട് ചെയ്യണ്ട, ഞാനിപ്പോൾ അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആലോചന ഇടപെടുന്ന ഒരു സൂമിലാണെങ്കിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തെ കർത്താവ് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. സ്വസ്ഥമായിട്ട് ഉറങ്ങുവാനുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ ചൊരിയാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ബ്രദറെ മോനച്ചൻ എന്നാ പറഞ്ഞത്? മോൺസൺ ആസ്റ്റർ, മോൺസൺ എന്നാ വിളിക്കുന്നത്. മോൻസൻ മോൺസൺ മോൺസൺ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. മോൺസനെയാണ് കർത്താവ് തൊടുത്തത്. ആ ഭവനത്തെയാണ് കർത്താവ് കാണിക്കുന്നത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. എന്റെ കൃപ എന്ന് ചൊരിയുന്നതിന് നന്ദി പറയുന്നപ്പാ. വലിയ പ്രവർത്തികൾ ഇന്ന് തുറന്നു വരട്ടെ, വലിയ പ്രവർത്തികൾ തുറന്നു വരട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്താൽ ഒരു സാക്ഷ്യമായി സ്വർഗത്തിലെ ദൈവം തീർക്കുന്നതിന് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, കർത്താവെ അങ്ങയുടെ തിരുമുറിവിനാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു എന്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. ഈ സമയം രോഗികൾക്ക് വേണ്ടി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ആ കൈയെടുത്ത് വെച്ചേ അവിടെ. എന്നിട്ട് പറഞ്ഞ്, യേശു എന്റെ രോഗത്തെ അനുഭവിച്ചതാണ്, ഞാൻ അനുഭവിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല. കർത്താവ് എന്റെ രോഗത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഒരു വേദനയ്ക്കും എന്റെ മേൽ അവകാശമില്ല. ഇപ്പോൾ ഞാൻ അതിനെ പുറത്താക്കുന്നു. സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കാഴ്ച വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു, ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകൾ പുതിയത് സൃഷ്ടിക്കപ്പെടുന്നു, വേദനകൾ മാറുന്നു. ബ്ലഡിലെ കൗണ്ടുകൾ, ഷുഗറോ പ്രഷറോ എന്തോ ആയിക്കോട്ടെ, ജീവിതകാലം മുഴുവനും ആ മരുന്നുകളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ സ്റ്റോപ്പ് ചെയ്യുന്നപ്പ. ദിവ്യ ആരോഗ്യത്തെ കൽപ്പിക്കുന്നപ്പ. വാർദ്ധക്യത്തിലും കഴുകനെ പോലെ യൗവനം പുതുക്കി വരട്ടെ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറയാം. അതിനു മുമ്പ് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ വർദ്ധിക്കും. വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന വചനത്താൽ അനുഗ്രഹിക്കുന്നു. വായ്പ മേടിക്കത്തില്ല. സകല സാമ്പത്തിക കുരുക്കുകളും ഇപ്പോൾ പൊട്ടിച്ചു വിടുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പൊ ആ ഡോറുകൾ ഇനിയും തുറക്കട്ടെ. ജോലിയിലും ബിസിനസ്സിലും വർധനവുണ്ടാകട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. വായ്പ മേടിക്കത്തില്ല, കൊടുക്കുന്നവരായി ഇവരെ കർത്താവ് മാറ്റുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ, ബ്രദറെ ഞാൻ തിരുവല്ലയിൽ പൊന്നമ്മയാണ് വിളിക്കുന്നത്. ബ്രദറെ, ബിനോയി, എന്റെ മകൻ ബിനോയി, അവൻ ബെറ്റർ ആയിരുന്നു. ഇപ്പൊ അവന് പാമ്പ് ഇങ്ങനെ സ്വപ്നം കാണുന്നെന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഒരു ഡിസ്റ്റർബൻസ് കാണിക്കുന്നുണ്ട്. അതൊന്ന് പ്രാർത്ഥിക്കണേ. ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ മോൻ എടുക്കപ്പെട്ട് പറഞ്ഞാൽ മതി. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചോട്ടാൻ അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷം ഉറക്കെ അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ കേട്ടോ. ഒരു പാമ്പും ഒരു പിശാചും കേറത്തില്ല കേട്ടോ. ഉറക്കെ അങ്ങ് പറഞ്ഞാൽ മതി. പറയാം. മറ്റാരെങ്കിലും ബ്രദർ, എന്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. സഹോദരിയുടെ പേര് ആനീസ്. അതിന്റെ ബാക്ക് ബോൺ, അവിടെ എല്ലുകൾ തമ്മിൽ ദൂരമുണ്ട്, ഞരമ്പ് അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്തോ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കുനിയരുതെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി അതനുസരിച്ച് അങ്ങ് സഹകരിച്ചു പോവുകയാണ്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല നമുക്ക്
അങ്ങനെ ഇരിക്കേണ്ട, ആവശ്യം കുനിയാനൊക്കെ പറ്റും. യേശുവിന്റെ നാമത്തിൽ എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പതുക്കെ ഒന്ന് കുനിയാൻ പറഞ്ഞപ്പോൾ അവർക്ക് കാലിന്റെ വിരലുകളിൽ മുട്ടാൻ മാതിരി ശരിക്കും മുട്ടി അങ്ങനെ കുനിയാൻ പറ്റുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം സംഭവിച്ച അത്ഭുതം അത്. ദൈവത്തിന് നന്ദി, മഹത്വം കരയറ്റുന്നു. അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അതായത് ഡോക്ടർ പറഞ്ഞേക്കണേ കുനിയരുതെന്ന്. കാരണം നട്ടലിന്റെ എല്ല് ഇങ്ങനെ അകന്നു നിൽക്കുന്നു. പിന്നെ അതിന്റെ ഉള്ളിൽ കൂടെ എന്തോ ഞരമ്പ് പിണഞ്ഞു കിടക്കുന്നു, അങ്ങനെ ഏതാണ്ടാണ്. അപ്പൊ പുള്ളിക്കാരിയോട് ഭയങ്കര വേദനയാണ്, കുനിയാൻ പാടില്ല, പതുക്കെ നടക്കാൻ മാത്രമാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. കുനിയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തി മിനിങ്ങാന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ കുനിയരുതെന്ന്. ആ വ്യക്തി ഇന്നിപ്പോ നന്നായിട്ട് കാലിന്റെ പെരുവിരലയിൽ പിടിച്ച് നന്നായിട്ട് കുനിയുന്നു. ഒട്ടും വേദനയില്ല, എനിക്ക് നോർമലായെന്ന് പറഞ്ഞു. ഇത് വലിയൊരു മഹത്വം കരയിച്ചു. നിങ്ങളിൽ നടത്തുന്ന അത്ഭുത പ്രവർത്തികൾക്ക് നന്ദി പറയുന്ന ഒരു ദിവസം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ടല്ലോ. അസ്ഥിക്ക് ബാക്കിലെ ബോണിന് പ്രശ്നമായിരുന്നു, അസ്ഥിക്ക് അകൽച്ച ഉണ്ടായിരുന്നു, ഞരമ്പുകൾ ഇങ്ങനെ പിടഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷെ സഹോദരി എന്ത് ചെയ്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കുനിയാൻ പറ്റാത്ത ആളാണ്, പക്ഷെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇതുപോലെ ഓരോ വീട്ടിലും കയറി ചെല്ലണം. ബ്രദറിനെ കാത്തു നിൽക്കാതെ നിങ്ങൾ ഓരോ വീട്ടിലും ഇതുപോലെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റും, രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും. ക്രിസ്തു എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞിട്ട് ആ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. സിസ്റ്ററെ, കർത്താവിന്റെ വചനം കേട്ടതുകൊണ്ടുണ്ടായ മാറ്റമല്ലേ ഇത്? പോയോ സിസ്റ്റർ? അതെ 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 ആമേൻ. അതെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സാധാരണ എന്ത് ചെയ്താനെ ഈ നടുവിന് തേയ്മാനമുള്ള ഞരമ്പ് പിളർന്നു കിടക്കുന്ന അസ്ഥിക്ക് അകൽച്ചയുള്ള ഈ കൂട്ടുകാരിനെ എല്ലാ ദിവസവും കണ്ട് ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് പകരം ഇന്ന് അവിടെ ചെന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അതികഠിനമായ വേദനയായിരുന്നു, കുനിയാൻ കഴിയാത്ത ആളായിരുന്നു. ഫോണിലൂടെയാ പ്രാർത്ഥിച്ച ബ്രദർ. അവര് കേരളത്തിലും ഞാൻ ബാംഗ്ലൂരിലുമാ. കണ്ടോ, സ്തോത്രം. വീട്ടിൽ പോലും പോയില്ല, സുവിശേഷം അറിഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ആ സഹോദരി കുനിയാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ ആ അകൽച്ച മാറി, അതിന്റെ അർത്ഥം അകൽച്ച മാറി, ഞരമ്പ് പിടിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, അതും മാറി. ഇന്ന് കുനിയാൻ പറ്റുന്നുണ്ട്, വേദന ലേവലേശമില്ല. യേശു അത്ഭുതങ്ങളുടെ രോഗങ്ങളെ യേശു മാറ്റിയിരിക്കുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ സ്വന്തമായി പ്രാർത്ഥിക്കുകയും അനേകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൺമുമ്പിൽ ഇതേപോലെ രോഗികൾ ചാടി എണീറ്റ് സൗഖ്യമാകുന്നത് കാണാൻ വേണ്ടി ഞാൻ പിന്നെയും നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കും, നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യങ്ങളെ കൊടുക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ബ്രദർ, ഇന്നലെ ഒരു പ്രവചനം പറഞ്ഞല്ലോ ബ്രദർ. സെന്റ് ആന്റണീസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കലണ്ടർ ഒരു ഹാളിൽ തൂക്കിയിട്ടിരിക്കുകയാണെന്ന്. അപ്പോഴും ഒരു മാത്യുവിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് സംസാരം കാരണം അതങ്ങ് പ്രവചനം മുഴുവിപ്പിച്ചില്ലായിരുന്നു. അതെന്റെ മോളുടെ ഭർത്താവിന്റെ സ്ഥാപനമാണ് ബ്രദർ. അത് ഞാൻ ഏറ്റെടുക്കുന്നത് മുഴുവൻ പറഞ്ഞില്ലായിരുന്നു. അത് മോളുടെ ഭർത്താവിന്റെ ഇട്ടേക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരാണ് സെന്റ് ആന്റണീസ് എന്ന്. മാത്യു അത് അറിയില്ല ബ്രദർ, അത് ഇവിടത്തെ ആരും അല്ല. കൂട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ എപ്പോഴും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പ്രവചനം വരുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ മ്യൂട്ട് മാറ്റി നിങ്ങൾ പ്രശ്നമാണ്. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, അത്ഭുതത്തിന്റെ അകത്ത് കർത്താവാണ്. ഇത് വല്ലതും ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ട്? വീട്ടിലെ കലണ്ടർ ഇട്ടേക്കുന്നത് കലണ്ടർ പോലെ തന്നെ ഇരിക്കുന്നതാണ് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ് സെന്റ് ആന്റണീസ് അല്ലേ എന്ന് പറഞ്ഞ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ മുറിഞ്ഞു പോയി. കാര്യം എന്തുവാ? സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, ഇടയ്ക്ക് വന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ആൾക്കാർ മ്യൂട്ട് മാറ്റി ബഹളം വെച്ചത് നിമിത്തം എന്ത് ചെയ്തു? കേൾപ്പിക്കാൻ പറ്റാതെ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണ് ഞാൻ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധകൾ മാറിപ്പോകാതെ നിങ്ങളാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത്. ബ്രദറിനെ ശക്തീകരിക്കണം, ബ്രദറിനെ ഞങ്ങൾക്കിടയിൽ സംസാരിക്കുവാൻ ഉപയോഗിക്കണം. ഞങ്ങളുടെ ഇടയിൽ അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ നാവിൽ കർത്താവിന്റെ വചനം വരേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടണമെന്ന് പൗലോസ്. എൻ്റെ അർത്ഥം പൗലോസിന് പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, കർത്താവിന്റെ നാമത്തിൽ അത് ഇടപെടുമ്പോൾ അത് നിങ്ങളിലേക്ക് അത് എത്തിപ്പെടുവാൻ, അത് മുറിഞ്ഞു പോകാതെ. അതാ പറഞ്ഞ ഇഷ്ടം മാത്യു എന്നുള്ള പേര് എഴുതി വെച്ചോണം. ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു ബ്രേക്ക് ത്രൂ ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ആ ഫ്ലോയിൽ നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവർത്തികൾ ദൈവം നടക്കും കേട്ടോ. വേഗത്തിൽ സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ
അല്ല പറഞ്ഞോ. ബ്രദർ, ഇന്നലെ ഒരു പ്രവചന ദൂത് പറഞ്ഞായിരുന്നേ, കൈതയിൽ ഭവനത്തില് ജോസഫ് എന്നൊരാളെ, ജോസ് എന്നാണ് ഹസ്ബൻഡിനെ വിളിക്കുക, എന്റെ ഹസ്ബൻഡാണത്, ഞാൻ കൈതയിലെയാ. അപ്പം അത് ഏറ്റെടുത്തോ? അത് പാരമ്പര്യമായി എന്തോ അത് ഞാൻ ആമേ പാരമ്പര്യമായിട്ട് പറഞ്ഞു. എന്റെ കൂട്ടുകാരി സിൽവി അത് ഏറ്റെടുത്തായിരുന്നു. ഇന്നലെ എനിക്ക് സൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ആമേൻ. ഞാനത് പിന്നെ യൂട്യൂബിൽ കേട്ടായിരുന്നു. ബ്രദർ, ഞാൻ അത് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നത് എന്നാ വെച്ചാൽ അവര് പാരമ്പര്യമായിട്ട് പിന്നെ ഹസ്ബൻഡിന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും സുവിശേഷകന്മാരായിരുന്നു. പക്ഷെ ഈ തലമുറ വന്നപ്പോഴത്തേക്കും ആരും ആ റൂട്ടിലേക്ക് വന്നിട്ടില്ല. എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് 7 മാസമായിട്ട് ഇപ്പോൾ വീട്ടിലുണ്ട്. ഹോസ്പിറ്റലിൽ 4.5 മാസം കിടന്നായിരുന്നു. ഞാൻ അന്നേരം ബ്രദറിനെ വിളിച്ച് ഇതൊരു പ്രാർത്ഥന സ്ഥിരം നടക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നു. എന്റെ ഭർത്താവ് ഒരു ദൈവത്തിന്റെ ഒരു അത്ഭുത സാക്ഷ്യമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടുപേര് വല്ലതും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പിതാവിന്റെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞില്ല. ഇല്ല ബ്രദറെ, അതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു, കൈതയിലെ തലമുറ, ഞങ്ങളുടെ ഭവനത്തില് ആൺതലമുറയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അന്നേരം ബ്രദർ അങ്ങനെ പറഞ്ഞായിരുന്നു, കൈതയിൽ ഭവനത്തിൽ ആരാണോ ഉള്ളതെന്ന് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് സിസ്റ്റർ അത് വലിയൊരു കൺഫർമേഷൻ ആണ്. ഹസ്ബൻഡിനെ നോക്കിയിട്ട് പറഞ്ഞു ചാടി എണീക്കും കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ എല്ലായിടത്തും പോയി സുവിശേഷം പറയും. ദൈവം ഒരു കൺഫർമേഷൻ എന്നാണ് ആ സൗഖ്യം നടക്കും എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ നിരാശപ്പെടാതെ ഉറപ്പോടെ കൈവച്ച് ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നോണം. അത്ഭുതകരമായി എണീറ്റ് വരും കേട്ടോ. ഓക്കെ ബ്രദർ. ഹലോ ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. ഹലോ, ദൈവനാമത്തിന് മഹത്വം. ബ്രദറെ, 2 ദിവസമായി എന്റെ വലത് കാലിന്റെ മസിലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ നടക്കുമ്പോഴൊക്കെ ഞാൻ ഒരു കാല് വലിച്ചാണ് നടന്നിരുന്നത്. അപ്പൊ പിന്നെ ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഞാൻ അജി സിസ്റ്ററിനെ വിളിച്ചു. അജി സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ആ നടക്കാനുള്ള ബുദ്ധിമുട്ടും എന്റെ വേദനയും പൂർണ്ണമായിട്ടും മാറി. ആമേൻ. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി ഞങ്ങളുടെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ തന്നെ മസ്ലിസിന് വേദനയായിരുന്നു. പ്രിയ സഹോദരി പ്രാർത്ഥിച്ചു. ആ കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. സൗഖ്യം ലഭിച്ചവർ വെറുതെ ഇരിക്കരുത്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേക രോഗികളെ കാണുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടിയതുപോലെ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറയണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇടപെട്ടതിനും സൗഖ്യമാക്കിയതിനും നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. സാക്ഷ്യം പറയാനുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ എപ്പോഴും ഉറക്കവും ക്ഷീണവും ഒക്കെ ആയിരുന്നു. ഒന്നും ചെയ്യാനൊന്നും ഇല്ലാത്ത ഒരു ഇതൊക്കെ ആയിരുന്നു. അന്നേരം ഞാനാണെങ്കിൽ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്നേരം പുള്ളിക്കാരൻ ഒരു വചനം തന്നു, നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും എന്നുള്ള ഒരു വചനം നിരന്തരമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. ഉറക്കം അങ്ങ് മാറി. ഹലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ഷീണമായിരുന്നു സിസ്റ്റർക്ക്. സിസ്റ്റർ എന്ത് ചെയ്തു? ആ സഹോദരന്മാര് വചനം കൊടുത്തു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ പിന്തുടരുന്നുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പൊ പൂർണ്ണമായി വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞു. കർത്താവ് എനിക്കൊരു സംശയം കൂടെ ഉണ്ടായിരുന്നു. മക്കളെങ്കിലും നമ്മൾ അവകാശികളെന്ന് പറയുമ്പോൾ ഈ ദൈവദാസന്മാരെന്ന് പറയുന്ന എന്തൊരു സംശയമാണ്. അതൊന്ന് ദൈവദാസൻ എന്നുള്ളത് ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഇപ്പം ഒരു യജമാനനെ അത് പൗലോസ്ലീഹ ഉപയോഗിച്ചൊരു പദമാണത്. ഒരു യജമാനനെ സേവിക്കുന്നത് പോലെ ശുശ്രൂഷ, വേലക്കാരൻ കൂലിക്ക് യോഗ്യരാന്ന് പറയുന്നുണ്ടല്ലോ. അതേപോലെ ബൈബിളിൽ ചില പദങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ആ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ് ദാസൻ എന്ന് പറയുന്നത്. അല്ലാതെ ആ ദാസൻ എന്ന് പറഞ്ഞാൽ അടിമദാസനല്ല. വിശേഷത്തിൽ യജമാനനായ ദൈവത്തെ സുവിശേഷത്തിന്റെ വേണ്ടി ചെയ്യുന്ന. കർത്താവ് പറഞ്ഞല്ലോ, കൊയ്ത്തിന്റെ യജമാനന് വേലക്കാരെ വേണമെന്ന് മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്. വേലക്കാരോ ചുരുക്കോ എന്ന് പറഞ്ഞു. അപ്പം കൊയ്ത്തുമായി സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടത് പറയുന്നു കേട്ടോ. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മള് ബ്രദർ എന്ന് വിളിക്കുന്നത്, ഞങ്ങള് ദൈവത്തിന്റെ മക്കളാണ്. ബ്രദർ ദൈവത്തിന്റെ മകനായതുകൊണ്ട് സഹോദരൻ എന്നാണ് വിളിക്കുന്നത്. അതെ, തീർച്ചയായും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബ്രദർ എന്ന് ഉപയോഗിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ഞാൻ ഈ ദാസന്മാരെന്നല്ല സഹോദരങ്ങളെന്ന് കർത്താവ് പറയുന്നത് പോലെ തന്നെ. അതുപോലെ ക്രിസ്തു യേശുവിൽ നമ്മൾ ഒന്നാന്നുള്ള അർത്ഥമാണത്. ഗോഡ് ബ്ലസ് യു സ്റ്റേ. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. പിന്നെ പൊതുവെ ശുശ്രൂഷയിൽ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണത്. പക്ഷെ നമ്മൾ അവകാശികളാണ്, നമ്മൾ മക്കളാണ്, ദൈവത്തിന്റെ സാക്ഷിയാണ്. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാൻ ഒരു സാക്ഷ്യം പറയാനാണ്. ഹലോ, കേൾക്കുന്നുണ്ട്? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു.
ഞാൻ ഭോപ്പാലിന്റെ ഒരു ചേച്ചിയുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരനും 2-3 ദിവസമായിട്ട് പാർട്സ് ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പം സൗഖ്യമായി വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നു. അതിനുവേണ്ടി സാക്ഷ്യം പറയായിരുന്നു. നന്ദി കർത്താവ്. സൗകര്യം പറഞ്ഞ പോലെ തന്നെ ഭോപ്പാലിൽ എന്ത് ചെയ്തു, അത് വെന്റിലേറ്ററിലായിരുന്നു. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് വെന്റിലേറ്ററിൽ നിന്നും കർത്താവിന്റെ കൃപയാൽ സൗഖ്യമായി കർത്താവ് അവിടെ കൊണ്ടുവന്നു. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. അനേകർക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവ് പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഹലോ, പറഞ്ഞോ. ഹലോ, എൻ്റെ പേര് ഷൈജി എന്നാണ്. അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുപ്പീരിയറിൻ്റെ എനിക്ക് ഒരു മീൻസ് എൻ്റെ കയ്യിൽ നിന്ന് ഭാഗത്തു നിന്ന് തെറ്റ് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സ്കോൾഡിങ് ഉണ്ടായി. പക്ഷെ അതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു ഭാരവും. പക്ഷെ ഞാൻ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതാനോട് എതിർക്കുന്ന ശത്രുക്കളെ പോവേന് മുമ്പിൽ തോൽക്കുമാർ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് വചനത്തിൽ കൂടി എന്നോട് സംസാരിച്ചു. അതായത് മോശയോട് കൂടി ഇരുന്ന ദൈവം യോശുവയുടെ കൂടി ഇരിക്കുമെന്ന് ഇസ്രായേൽമക്കളുടെ മുമ്പാകെ ഞാൻ നിന്നെ വലിയവനാക്കുമെന്നുള്ള വചനം എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി ദൈവത്തിന്റെ എന്തോ ഒരു പ്രവൃത്തി എനിക്ക് വരുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇന്നലെ നഴ്സസ് ഡേയിലെ ആ സുപ്പീരിയറിന്റെ തന്നെ എനിക്ക് അവാർഡ് വാങ്ങിക്കുവാൻ, ആ യൂണിറ്റിലെ ബെസ്റ്റ് നഴ്സിന്റെ അവാർഡ് വാങ്ങിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. കർത്താവിന്റെ വചനത്തിലെ നിവർത്തീകരണം കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതൊരു സാക്ഷ്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ശത്രുവും ജയിക്കത്തില്ല. ശത്രു മനുഷ്യനല്ല, പിശാചിന്റെ തന്ത്രമാണ്. നെൽസ് പറഞ്ഞ പോലെ തന്നെ അവിടെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ വ്യക്തിയിലൂടെ തന്നെ കർത്താവ് എന്ത് ചെയ്തു? ഇന്ന് അനുഗ്രഹ സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായി തീർന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് സമയം ഒത്തിരി മുന്നോട്ട് പോയി നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സകലത്തിലും